Good evening, all. We may have many confusions and doubts regarding what to do in our future to get succeed, whether to study in India or abroad. And you may have many queries related to abroad studies. And we are here to provide a platform to get know more about this. And to deal with the session, we have our chairman, Dr. Vinod Kumar DA, MBA DMS Delete USA. He is a distinguished individual with an exceptional track record in various fields. He is the founder and chairman of Greenworld International, Greenworld Global, IGCF, GIDS, and Media Greenworld, where he has made significant contributions to the business world. With over 20 years of experience in management and business, he is deeply passionate about creating entrepreneurial opportunities and generating employment through his global projects. His influence extends across borders and he has established offices in Canada, UK, Uzbekistan, Dubai, Australia. In addition to this, he is recognized as a lifepreneur and an international career counselor. Prior to his successful entrepreneurial journey, he has a distinguished career for an engineer in Indian Army. Following his military service, he held a senior manager position in a state bank group for over 10 years, showcasing his versatility and leadership abilities. He has received prestigious awards such as the International Peace Council Award from USA, Best Startup Biscuit Award, and several Indian Achievers Award. With a wholesome heart, I welcome you, sir, to the session, and it is over to you now. Thank you, Ashwati. Am I audible? Yes, sir, you're audible. Thank you very much. Wonderful evening, weekend. ഇപ്പോൾ കേരളമൊക്കെ നല്ല മഴയൊക്കെ തണുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല കുറേ ദിവസത്തെ ഹീറ്റൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് വളരെ എന്താ പറയുക നല്ല ഒരു കാലാവസ്ഥയിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ സമയം നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ബി ദ ഫ്യൂച്ചർ വേൾഡ് ടു ബി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് മുമ്പേ നമ്മളൊരു യാത്രയാണ് അല്ലെ, ജീവിതമാകുന്ന യാത്ര. അപ്പൊ ഈ ജീവിതമാകുന്ന യാത്ര നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ വരാം എന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ നമ്മുടെ യാത്ര തന്നെ ഏറ്റവും എന്താ പറയുക വളരെ ഈസി ആകും അല്ലേ. അപ്പം ആ ഒരു കോൺസെപ്റ്റിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇന്റർനാഷണൽ ഗ്ലോബൽ സിറ്റിസൺ ഫോറവും മീഡിയ ഗ്രീൻവേൾഡും അതോടൊപ്പം തന്നെ നമ്മുടെ ഏകദേശം 192 പാർട്ട്നേഴ്സും കൂടെ ചേർന്നുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഇന്ന് ഇവിടെ വെക്കുന്നത്. ഇന്നത്തെ ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല. ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ലിങ്ക് ഓട്ടോമാറ്റിക് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് നേരിട്ട് അയച്ചു കൊടുക്കുക സാർ. ലിങ്ക് ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിബഡി ആർക്കെങ്കിലും പറ്റുന്നില്ല ഇതിലൊന്ന് ലിങ്ക് ഇട്ട് കൊടുക്കൂ അശ്വതി. എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യൂ, ലിങ്ക് മാത്രമായിട്ട്. രജിസ്റ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കാ സൂം ലിങ്കിലേക്കാണ് പോകുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലിങ്ക് ഡയറക്റ്റ് എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. Can I continue? Yes, sir, you can continue. Thank you. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ബി ദ ഫ്യൂച്ചർ വേൾഡ് ടു ബി ഇല്ലേ. ഓരോ ദിവസവും ഭൂമി അല്ലെങ്കിൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ലോകത്തിൽ എന്ത് നടക്കുന്നു, അല്ലെ എന്ത് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വിഫലമായേക്കാം. നിങ്ങൾ തന്നെ ഞാൻ ഇതിനകത്ത് സബ്ജക്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ കുറെ സബ്ജക്റ്റുകളാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇപ്പോ നമ്മുടെ കുട്ടികൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. അവരുടെ ഫ്യൂച്ചർ എന്ത്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ ഏറ്റവും വലിയ കൺസേൺ ആണ് എന്ത് പഠിപ്പിക്കണം, എവിടെ അയക്കണം, ഇന്ത്യയിൽ പഠിക്കണോ വിദേശത്ത് പഠിക്കണോ, ഇത് പഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്ര, അല്ലെങ്കിൽ ചെലവ് എന്താണ്, എങ്ങനെയാണിത് നമുക്ക് ഇവരുടെ കുട്ടികളുടെ ഒന്ന് ഫ്യൂച്ചർ നമുക്കൊന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഞാനും ഒരു പേരന്റ് ആണ്, എൻ്റെ മക്കളെ ഞാൻ ഇതേ കാര്യത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കൺസേൺ ആയതാണ്. അപ്പം അതിൽ നിന്ന് കിട്ടിയ കുറെ എക്സ്പീരിയൻസുകളും ഇത്രയും വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ഏകദേശം 35 വർഷത്തോളമുള്ള എൻ്റെ ഒരു ജേർണി, കരിയർ ആൻഡ് ഇതിൽ ജേർണിയിലും കിട്ടിയ എക്സ്പീരിയൻസും, അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് റിസർച്ച് ചെയ്ത് വന്നിട്ടുള്ള കുറെ കാര്യങ്ങളുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഇവിടെ കവർ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ എങ്ങനെ നമ്മളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും അറിയാം നമുക്കൊരു ഫ്യൂച്ചർ ആണ് നമ്മളുടെ ലക്ഷ്യം അല്ലേ. കുറെ പഠനം നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് നമ്മൾ പോകണം. ഈ ജോലി ഉണ്ടാവുക നമ്മൾ ഈ പഠിച്ചൊക്കെ വരുമ്പോഴത്തേന് ഫ്യൂച്ചറിൽ ഈ ജോലി തന്നെ ഉണ്ടാവുക നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം ഇന്ന് നമുക്കറിയാം, ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത സമയത്ത് അവിടെ എന്റെ അസിസ്റ്റന്റ്, ഞാൻ സീനിയർ മാനേജർ ആയിരുന്ന സമയത്ത് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് കുറെ ബിടെക് പിള്ളേർ വന്നു. ബിടെക് നമുക്കറിയാം എഞ്ചിനീയറിംഗ് ആണ്, ബാങ്കിങ്ങും ബിടെക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ എന്താ പറയാ അവരുടെ ഒരു പാഷനും അവർ പഠിച്ചതും അവർ വന്ന് എത്തിപ്പെടുന്ന സ്ഥലവും എല്ലാം ഡിഫറെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് പറ്റുന്നില്ല, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഈവനിങ് ആകുമ്പോൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും കിട്ടുന്നില്ല. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഓരോ കരിയറിലും നോക്കി ഇഷ്ടം പോലെ റെസിഗ്നേഷൻ നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ട് അവർ പഠിച്ചത് മറ്റൊന്ന്, അവർ ചെന്ന് എത്തിപ്പെടുന്ന സ്ഥലം വേറെ ഒന്ന്, അവരുടെ ഇഷ്ടവുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പാഷനുമായിട്ടോ യാതൊരു കണക്ഷനും ഇല്ല. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ പഠിക്കുന്നു, ലാസ്റ്റ് ചെന്ന് എത്തുന്നത് അവർ പഠിച്ച ഒരു സബ്ജക്റ്റും അല്ല ഇന്ന് ലോകത്തിലുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കരിയർ കിട്ടുന്നില്ല. നമ്മൾ പറയും തൊഴിലില്ലായ്മയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ന്യൂസ് വന്നു, കേരളമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളതെന്നുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ പറയുന്നു ഇപ്പോഴും നല്ല ആളുകൾക്ക് ആവശ്യമുണ്ട്, എന്റർപ്രണറിന് ആവശ്യമുണ്ട്. ആ കരിയറിന്റെ അതെന്ന് പറഞ്ഞാൽ ഒരു എന്റർപ്രണറിന്റെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നോക്കുന്ന ഇതാണ്, ഒരു എംപ്ലോയിയെ എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയി ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി ചെയ്യാൻ അറിയുമോ എന്നുള്ളതാണ്. ഇനിയും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസമല്ല ജോലിയുടെ ഒരു മാനദണ്ഡം. ഇന്ന് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വലിയ വലിയ കോടിക്കണക്കിന് രൂപയിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ആയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഗൂഗിളിലും അതുപോലെ കോഡിങ് ചെയ്യാൻ അറിയാവുന്നവർക്കുമൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പേരൻസിന്റെ ഒരു ധാരണയുണ്ട്, വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഡിഗ്രിയാണ് ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ സെറ്റിൽ ചെയ്യാന്ന്. അല്ല, ഞാൻ പറയുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബേസിക് മാത്രമാണ്. അത് നമുക്ക് ഇപ്പൊ നമ്മൾ 10th പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? 11ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ജോലി കിട്ടാനല്ല. 12ാം ക്ലാസ് പഠിച്ചത് എന്തിനാണ്? അതിന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്. ഡിഗ്രി പഠിക്കുന്നത് എന്തിനാണ്? അതിന്റെ PGക്ക് അഡ്മിഷൻ കിട്ടാൻ മാത്രം, ഒരു ബേസിക് എഡ്യൂക്കേഷൻ മാത്രമാണ്. പക്ഷെ ജോലി കിട്ടുന്ന എന്തിന്റെ ബേസിലാണ്? നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഏത് സ്ഥാപനത്തിലേക്ക് പോകുന്നോ അതിന് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായാൽ മാത്രമാണ് നിങ്ങൾ ആ പഠിക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തരോടും പറയും, നിങ്ങളുടെ ഓരോ പേരൻസിനോടും പറയും, ഓരോ കുട്ടിയെയും പറയും, നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മൾ ജോബ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡെൽറ്റ, ക്യാൻ യു ഷെയർ ദ PPT? Yes, sir. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മീറ്റിംഗ് നിങ്ങൾക്കായി കണ്ടക്ട് ചെയ്യുന്നത് ഏകദേശം മീഡിയ ഗ്രീൻ വേൾഡ് ഗ്ലോബൽ IGCF ഇന്റർനാഷണൽ ഗ്ലോബൽ സിറ്റിസൺ പ്ലസ് നമ്മുടെ ഏകദേശം 180-നോളം പാർട്ട്നേഴ്സും കൂടെ ചേർന്നുള്ള ഒരു ഫ്രീ വെബിനാർ ആണ് ഇവിടെ നടത്തുന്നത്. ഇന്നത്തെ ഒരു വെബിനാറിൻ്റെതോടു കൂടി പേരൻസിനും കുട്ടികൾക്കും അവരുടെ ഫ്യൂച്ചർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒരു ഗൈഡ് ചെയ്ത് വിടുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യമാണ് ഇന്നത്തെ ഈ ഒരു വെബിനാറിന്റെ പുറകിലുണ്ട്. ആർ യു റെഡി? എനിക്ക് നിങ്ങളുടെ തമ്പ് കിട്ടണം, കാരണം അല്ലെങ്കിൽ ഞാൻ വൺ സൈഡ് റേഡിയോ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ റെസ്പോൺസും നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻസും നിങ്ങളുടെ താല്പര്യവും ഒക്കെ അനുസരിച്ചാകുമ്പോൾ എനിക്കും കൂടുതൽ എനർജി കിട്ടും. എന്റെ കൂടുതൽ എന്താ പറയാ, എന്റെ നോളജും കാര്യങ്ങളും നിങ്ങളിലേക്ക് എനിക്ക് സ്പെയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ചാറ്റിൽ കൂടി ഇതിൽ കൂടി എന്നെ കൂടുതൽ എനർജറ്റിക് ആക്കുക, കൂടുതൽ സപ്പോർട്ട് തരിക. അതുപോലെ തന്നെ സെയിം എന്താ പറയാ, കൂടുതൽ നിങ്ങൾക്കുള്ള ആവശ്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. ഇന്നത്തെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ, ഇന്നത്തെ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. നിങ്ങളൊരു പേരന്റ് ആണെങ്കിൽ, ഇതിനകത്ത് നിങ്ങളൊരു പേരന്റ് അല്ലെങ്കിൽ ഒരു അച്ഛൻ അമ്മയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ അല്ലെങ്കിൽ എന്ത് വിടണം, ഇന്ന് ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. നിങ്ങൾ ലോകത്തിൽ കൂട്ടുകാർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പാടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള അവയർനെസ്സിൽ കൂടെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് വെച്ചിട്ട് മാത്രമായിരിക്കില്ല നിങ്ങളുടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കണം. ബി ദ ഫ്യൂച്ചർ വേൾഡ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2030 എന്ത് സംഭവിക്കുന്നു, 2040 എന്ത് സംഭവിക്കുന്നു, 2050 എന്ത് സംഭവിക്കുന്നു. 3 ഗോൾസ് ആണ് നമുക്കുള്ളത്. നമുക്കൊരു ഇമ്മീഡിയറ്റ് ഗോൾസ്, ഒരു മീഡിയം ടൈം ഗോൾസ്, നമ്മുടെ ലോങ് ടൈം ഗോള്, ലാസ്റ്റ് ഞാൻ പറയും നമ്മുടെ ലൈഫ് ഗോൾ, നമ്മുടെ ജന്മോദ്ദേശം എന്നൊക്കെ പറയും. ഈ 3-4 കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ കരിയർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമ്മുടെ ജോബ് സെലക്ട് ചെയ്യേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്, ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസം അവസാനിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഡിഗ്രി കഴിഞ്ഞു നമുക്ക്
നമുക്ക് വിദ്യാഭ്യാസം അവസാനിച്ചു, അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, നമ്മുടെ വിദ്യാഭ്യാസം അവസാനിച്ചു, അല്ലെ നമ്മുടെ PhD കഴിഞ്ഞു, നമ്മൾ അല്ലെ റിസർച്ച് ചെയ്തു, നമ്മുടെ വിദ്യാഭ്യാസം അവസാനിച്ചു. തെറ്റാണ്. വിദ്യാഭ്യാസം നിങ്ങൾ മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഉണ്ട്. ശരിക്കും നിങ്ങളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ തിരഞ്ഞെടുത്തതിന് ശേഷമാണ്. അതിൽ നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം റിസർച്ച് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ലൈഫിനെ മോൾഡ് ചെയ്യുന്നത്. അല്ലാതെ അതുവരെയുള്ളതെല്ലാം വെറും ബേസിക് എഡ്യൂക്കേഷൻ ആണ്. അപ്പം ബേസിക് എഡ്യൂക്കേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ലൈഫ് തന്നെ താളം തെറ്റും എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തായിരിക്കില്ല നിങ്ങൾക്ക് പോയി ചേരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കില്ല ലഭിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ജോലി കൊണ്ട് വൈകിട്ട് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കില്ല നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സെറ്റ് ചെയ്യേണ്ടത് അച്ഛൻ ഇന്നത് പഠിക്കാൻ പറഞ്ഞു അല്ലെ അമ്മ ഇന്നത് പഠിക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടല്ല. നെക്സ്റ്റ് പേജ്. നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷൻ. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഞാനൊരു ഞാൻ പറയാം എന്റെ കരിയർ എന്നെ ഇത് വെച്ച് പറയുവാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ എന്റെ ആദ്യത്തെ കരിയർ എന്റെ 16ാമത്തെ വയസ്സ് സ്റ്റാർട്ട് ഇന്ത്യൻ ആർമിയിലാണ്. ഏകദേശം ഒരു 15 വർഷത്തോളം ഇന്ത്യൻ ആർമിയെ ജോലി ചെയ്തു. അന്ന് ഞാൻ രാജ്യത്തെ സ്നേഹിക്കാൻ എന്റെ വീട്ടിലെ പ്രശ്നം സാമ്പത്തിക ഒരു ജോലി അല്ലെങ്കിൽ നാട് അങ്ങനെ ഒരു ആഗ്രസീവായിട്ട് ഞാൻ പോയി. പക്ഷെ 15 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നാടിനെ മാത്രം പോലെ എന്റെ നാടിനെ മാത്രമല്ല എന്റെ വീടിനെയും കൂടെ ഞാൻ സേവിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ 15 വർഷത്തിൽ എന്റെ ആദ്യത്തെ ജോബ് ഞാൻ റിസൈൻ ചെയ്തു. അതിനുശേഷം എനിക്ക് നേരെ ബാങ്കിലാണ് ജോലി കിട്ടിയത്. അവിടെ ഞാൻ ബാങ്കിൽ പഠിച്ചത് ആർമിയിൽ ഞാൻ പഠിച്ചത് എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ എനിക്ക് ബാങ്കിൽ കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ മാനേജറുടെ ജോബാണ്. എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ജോലി നിങ്ങൾക്കറിയാം, പട്ടാളക്കാരന് എന്ത് കിടക്കുന്നു, സാധാരണ പട്ടാളക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ജോബിനാണ് പോവുക. പക്ഷെ എനിക്ക് കിട്ടിയത് മാനേജറിന്റെ ജോബാണ്. ഇപ്പൊ മാനേജറിന്റെ ഇതിൽ ഞാൻ ഏകദേശം ഒരു 12ഓളം പ്രൊമോഷൻ ഒരു 10-12 കൊണ്ട് ഞാൻ എടുത്തു. എവിടെ പോയാലും ഞാൻ അഗ്രസീവ് ആയിരിക്കും. അങ്ങനെ 12 പ്രൊമോഷൻ എടുത്തിരിക്കുമ്പോൾ അവിടെ എനിക്ക് ഒരു അൺസാറ്റിസ്ഫാക്ഷൻ എവിടെയൊക്കെ ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചു എന്റെ ജന്മോദ്ദേശം ഇതാണോ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എന്റെ ഇഷ്ടം എന്താണ്? എനിക്ക് അവിടെ 3-4 ലക്ഷം രൂപ ഇന്ത്യൻ സാലറി തന്നെ കിട്ടുന്നുണ്ട്, ഇൻസെന്റീവ് ഉൾപ്പെടെ 7 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, നല്ല ലൈഫാണ്, നല്ല കാര്യങ്ങളാണ്, എല്ലാം ഓക്കെയാണ്, സ്റ്റേറ്റ് ബാങ്കിലെ ജോലിയാണ്, എല്ലാവരുടെയും സ്വപ്നമുള്ള ജോലിയാണ്. പക്ഷെ എവിടെയൊക്കെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു കുറവ് എനിക്ക് ഫീൽ വന്നു. അതുകൊണ്ട് ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. അപ്പൊ എന്റെ പാഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എന്നോട് ചോദിച്ചപ്പം ഇത് തന്നെയാണ് എന്റെ പാഷൻ. നമ്മുടെ പാഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും ഒരു പ്രതിഫലം തന്നില്ലെങ്കിലും നമുക്ക് ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെയാണ് പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാഷൻ നിങ്ങൾ ഓർക്കും, എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നവർ കണ്ടിട്ടുണ്ടോ? അവര് പാഷനാണ്. അവർക്ക് ഒരിക്കലും ഒരു റിവാർഡ് ചിലപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവിടെ എത്ര തടസ്സങ്ങൾ വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അവർ എന്ത് ചെയ്യുന്നു? അവരത് കീഴടക്കുന്നു. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പാഷൻ കിടപ്പുണ്ട്. ആ പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ജോലിയോ വിദ്യാഭ്യാസമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊന്നും ലോകത്ത് ഒരു സ്കൂളിലോ കോളേജിലോ ഒന്നും ആരും പറഞ്ഞു തരത്തില്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഒരു ലൈഫ് പാർട്ണർക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ആർ യു റെഡി? നമുക്ക് മുമ്പോട്ട് പോവാം. നിങ്ങളുടെ തമ്പും ഇംപ്രഷൻസും, നിങ്ങൾ ലൈവ് ആണോ എന്ന് എനിക്ക് അറിയണം. നിങ്ങളുടെ തമ്പും ഇംപ്രഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും എന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഒരു യാത്രയോട് കൂടി നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആക്കുവാണ് എന്റെ ആഗ്രഹം. ആർ യു റെഡി? ഓക്കെ ദീപ, താങ്ക് യു ദീപ. അപ്പൊ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കരിയർ, നമ്മുടെ എഡ്യൂക്കേഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറുത്തുപോയി. നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ വെറുത്തുപോയി. ഓരോരുത്തരും വെറുത്തു പോവാണ് ഇവിടുത്തെ ഒരു രീതി. കാരണം എന്താ? ആരോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച സിലബസ് എടുത്താ പാടാത്ത കുറെ എടുത്താ പൊങ്ങാത്ത, ഇത് അധ്യാപകർക്കും അറിയത്തില്ല. ഇതെപ്പോഴാ സിലബസ് തീർക്കാൻ വേണ്ടി പാടുപെടുന്ന അധ്യാപകര് ആരോ എഴുതി വെച്ച ഇതെല്ലാം കാണാപ്പാടം പഠിക്കാനുള്ള വ്യഗ്രത. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു ടെസ്റ്റിംഗ് A ഗ്രേഡ് B ഗ്രേഡ് എന്ന് കൊണ്ടുവന്നിട്ട് കുട്ടികളെ തരം തിരിച്ച് ചെയ്യുന്ന ഒരു രീതി. MBBSന്റെ സീറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ, ഇത്ര സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഈ സീറ്റിന് പാവം കുട്ടികൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഇവർക്ക് കിട്ടുന്നുണ്ടോ? ഇവരുടെ പാഷൻ അനുസരിച്ചോ കിട്ടുന്നുണ്ടോ? സീറ്റ് അനുസരിച്ച് കുട്ടികളെ തരംതിരിക്കുക. പക്ഷെ വിദേശത്ത് ഇങ്ങനെയല്ല.
അവിടെ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പാഷനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അവർ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു വർഷം അവർ എന്ത് ചെയ്യുമെന്നറിയോ? ഒരു വർഷം കുട്ടിയുടെ പാഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിടും. എന്നിട്ട് കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പൊ 100 കുട്ടികളുണ്ടെങ്കിൽ 20 കുട്ടികൾ ഇന്ന സബ്ജക്റ്റിലേക്കാണെങ്കിൽ, അടുത്ത കുട്ടികൾ ഇന്നതാണെങ്കിൽ എത്ര കുട്ടികൾ കൂടുതലുണ്ടോ അത്രയും സീറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഇവിടെ നോക്കൂ, നീറ്റ് റിപ്പീറ്റ് ചെയ്യുവാണ്, പഠിച്ചതിനെ വീണ്ടും വീണ്ടും പഠിക്കുകയാണ്, ജെഇക്ക് വീണ്ടും വീണ്ടും പഠിക്കുകയാണ്, സീറ്റില്ല, എന്നിട്ട് എവിടെയോ ഓടുന്നു. ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം തന്നെ ഫെയിലിയർ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് എവിടെയാണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യ വിദ്യാഭ്യാസം അല്ലെ ഫോറിൻ സ്റ്റഡി എന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നു. നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ പാഷനും ഇഷ്ടപ്പെട്ട സ്റ്റഡിയും ലോകം എവിടെയാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പേരൻസിനോടും കുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ ലോകത്തിന്റെ അങ്ങേയറ്റത്താണെങ്കിലും ശരി. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആക്സസ് ഉണ്ട്. ഇപ്പൊ എന്റെ മോൻ ഓസ്ട്രേലിയയിലാണ്, അവനെ ഇപ്പൊ വിളിക്കണമെങ്കിൽ എനിക്ക് കിട്ടും, എനിക്കൊരു ദൂരവും പ്രശ്നമില്ല. ബാംഗ്ലൂർ പോയി പഠിക്കണമെങ്കിൽ 5 മണിക്കൂർ വേണമെങ്കിൽ അത് 5 മണിക്കൂർ യാത്ര ചെയ്താൽ സിംഗപ്പൂരോ അല്ലെങ്കിൽ അപ്പുറത്തോ എത്താൻ സാധിക്കും. അപ്പൊ കാലത്ത് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല, കാര്യങ്ങൾ നെറ്റിന്റെ അവൈലബിലിറ്റി അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദൂരം ഇന്നൊരു പ്രശ്നമല്ല. അപ്പൊ ഞാനിന്ന് പറയുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസം ഇന്ത്യയിലായിക്കോട്ടെ അല്ലെ വിദേശത്തായിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാഷൻ ആയിരിക്കണം ആ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ പേരൻസിന്റെ താല്പര്യമോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലൊരു ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചുകൊണ്ട് ഡോക്ടറിന് താല്പര്യമില്ലാത്ത കുട്ടിയെ ഡോക്ടറെ വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടി 12 വർഷം കഴിഞ്ഞാലും എന്ത് ഡോക്ടർ ഡിഗ്രി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരത്തില്ല. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് പ്ലീസ്. നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ പറയാം. ഇന്ത്യൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു +2 കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് നമുക്ക് ചെയ്യാം, അതിനകത്ത് എഞ്ചിനീയറിംഗ് ഉണ്ടാവാം, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവാം, ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും, ഒത്തിരി മാർഗങ്ങളിലേക്ക് നമുക്ക് ഇങ്ങനെ തിരിച്ചുവിടാം. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെയെല്ലാം നിങ്ങളുടെ മാർക്ക് നോക്കിയോ അല്ലെങ്കിൽ നോക്കിയോ അല്ല നിങ്ങളുടെ കുട്ടിയുടെ ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ കുട്ടിയുടെ പാഷനാണ് ഇമ്പോർട്ടന്റ്. കാരണം ബാർബറിന്റെ പണിയെടുത്താലും അല്ലെ ഓട്ടോറിക്ഷക്കാരന്റെ തൊഴിലാളി എടുത്താലും കർഷകനായാലും എന്റർപ്രണർ ആയാലും അല്ലെ വൈറ്റ് കോളർ ജോബ് ചെയ്താലും ബ്ലൂ കളർ ജോബ് ചെയ്താലും എന്ത് ചെയ്താലും അവന്റെ സാറ്റിസ്ഫാക്ഷനും അവന്റെ കാര്യങ്ങളും ഈക്വൽ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. വിദേശത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 21ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്ത് അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ തൊഴിലിടങ്ങളിലും ഈ വലിയവൻ ചെറിയവന് തിരിക്കുന്നതും അല്ലെങ്കിൽ ഇതനുസരിച്ച് തിരിക്കുന്നതും എല്ലാം നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതലുള്ളത്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള അവിടെ ഡോക്ടറും താഴെയുള്ള അറ്റൻഡറും ഒരുപോലെയാണ്. അവരുടെ സാമ്പത്തികം ഒരുപോലെ ആയിരിക്കും, അവരുടെ വീട് ഒരുപോലെ ആയിരിക്കും, അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന റവന്യൂ ഒരുപോലെ ആയിരിക്കും. കൂടുതൽ പൈസ ഉള്ളവൻ കൂടുതൽ ഗവൺമെന്റ് ടാക്സ് കൊടുക്കും, കുറച്ച് കൊടുക്കുന്നതും കൂടുതൽ ഇത് ചെയ്യും. ഈക്വലൻസി എന്നൊരു സംഭവം ഉണ്ട്. അപ്പം ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ഇല്ലാതാവാൻ പോവാണ്. ഈ കഴിഞ്ഞ സംഭവിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെയൊക്കെ ഒരു പ്രായത്തിന്റെ ആ ഒരു സമയത്ത് വലിയ ട്രെൻഡായിരുന്നു PG എടുക്കുക, MA കാരനാവുക. അത് കഴിഞ്ഞപ്പോൾ ഒരു MBA എന്ന് പറഞ്ഞൊരു ട്രെൻഡ് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു BTech എന്ന് പറഞ്ഞൊരു ട്രെൻഡ് വന്നു. അത് കഴിഞ്ഞ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ട്രെൻഡ് വന്നു. ഇതിങ്ങനെ ഓരോ കാലത്ത് ഓരോരോ ട്രെൻഡ് വരികയാണ്. അപ്പൊ ഈ ട്രെൻഡ് വരുമ്പോൾ അത് ഇവർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ചില ജോബുകൾ തന്നെ ഇല്ലാതാവുന്നു, ചില തന്നെ ഓപ്പർച്യൂണിറ്റി തന്നെ ഇല്ലാതാവുന്നു. ഇപ്പൊ ജർമ്മനി പോകാന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മൻ പഠിച്ചു വരുന്നുണ്ട്, ജർമ്മനിയിലെ ബ്ലോക്ക് ചെയ്യുന്നു. കാനഡ പോകാന്ന് പറഞ്ഞുകൊണ്ട് വേറെ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ അവിടുത്തെ ബ്ലോക്ക് ചെയ്യുന്നു. ഇന്ത്യ പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സീറ്റും കിട്ടുന്നില്ല, ഇവിടെ സീറ്റ് കിട്ടിയാൽ തന്നെ ഇവിടെ പഠിച്ച് പാസ്സായാൽ തന്നെ ഇവിടെ ജോലിയും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നെക്സ്റ്റ് പേജ്. നമുക്ക് ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡി, നിങ്ങളുടെ ഒരു +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിലേക്ക് നിങ്ങൾക്ക് പോകാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത് സ്പെഷ്യലൈസേഷൻ ഇതിലേക്ക് പോകാം. നെക്സ്റ്റ് പേജ്. വൊക്കേഷണൽ കോഴ്സുകളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, ഇന്ന് ലോകത്തില് റിസർച്ച് സ്റ്റഡിയിലേക്ക് പോവാം. ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അടുത്ത പേജ് ഇട്ടു, ഈ പേജ് ഇടുക. യെസ്, താങ്ക് യു. അപ്പം ഞാൻ പറയുന്നു, നമുക്ക് പല വിധത്തിൽ നമുക്ക് പോവാം. നമ്മുടെ 10 കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് പല വിധത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാം. 12 കഴിഞ്ഞാൽ പല രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാം. അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, ആർട്സ് എടുത്തു കഴിഞ്ഞാൽ, ഈ ചാർട്ടറിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഈ രീതിയിലേക്കെല്ലാം നമുക്ക് പോവാം. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100ഓളം കോഴ്സുകളേ ഉള്ളൂ. പക്ഷെ വിദേശത്തോട് നോക്കിക്കഴിഞ്ഞാൽ 1,00,000-ലധികം കോഴ്സുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ തന്നെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് സ്റ്റഡി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ വളരെ കുറച്ചുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ അത് ഞാൻ വരുന്നുണ്ട്. അടുത്ത സബ്ജക്റ്റിൽ ഇന്ത്യയിൽ പഠിക്കണോ, ഇന്ത്യയിൽ പഠിച്ചാലുള്ള ഗുണം എന്താണ്,
ഇന്ത്യയിൽ പഠിച്ചാലുള്ള ഗുണം എന്താണ്, ദോഷം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. വിദേശത്ത് പഠിച്ചാലുള്ള ഗുണം എന്താണ്, ദോഷം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ജോബുകളാണ് നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേന് ഭൂമിയിൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഭൂമിയിൽ തന്നെ ഇല്ലാതാവുക, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നു 10th ശേഷം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് വേണേൽ പേരൻസിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ പാഷനെ ഐഡന്റിഫൈ ചെയ്ത് ഡൈവേർട്ട് ചെയ്താനുള്ള പല പല മാർഗങ്ങളാണ് ഞാൻ പറയുന്നു. ഇതിനകത്ത് നിങ്ങൾ ഏത് സെലക്ട് ചെയ്താലും ശരി, കുട്ടിയുടെ പാഷൻ ആയിരിക്കണം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പേരൻസിന്റെ ഒരു റവന്യൂ അല്ലെ പേരൻസിന്റെ ഇൻകം നമ്മൾ നോക്കണം അല്ലെ. നമുക്കിപ്പം വലിയ ഹാർഡ്വാർഡിലൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്, അല്ല അമേരിക്കയിൽ പോയി പഠിക്കണം, കാനഡയിൽ പഠിക്കണം, ഇവിടുത്തെ IIT കിട്ടണം, IIM കിട്ടണം, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കയറണം എന്നൊക്കെ ഉണ്ട്. കുട്ടി ക്വാളിഫൈഡ് ആണെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ പേരൻസിന്റെ ഇൻകം നമുക്ക് സമ്മതിക്കത്തില്ല. ഇങ്ങനെ പല മാനദണ്ഡങ്ങളെ നിശ്ചയിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. പക്ഷെ പൈസയെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെ ഇന്ന് ലോകത്തിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, ഫ്രീ എഡ്യൂക്കേഷൻ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങൾ നിങ്ങൾ ഏബിൾ ആണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് പറയാം. പൈസ എന്നൊരു മാനദണ്ഡമല്ല. ഇന്ന് വലിയ വലിയ പ്രസക്തരായവരൊന്നും വലിയ പൈസ കുടുംബത്തിൽ പിറന്നവരായിരുന്നില്ല നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ പോലും എന്റെ വിദ്യാഭ്യാസം ഞാൻ പറയാം, വെറും +2 വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഞാൻ എന്റെ കരിയറിലാണ് ശരിക്കും ഞാൻ പറഞ്ഞ. വിദേശത്തൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പല പേരൻസിന്റെ ഒരു തെറ്റിദ്ധാരണ കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. ഞാൻ പറയുന്നു 12ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കാൻ പാടുള്ളൂ. എത്ര ക്ലാസ് വരെ പഠിപ്പിക്കണം? ആരെങ്കിലും ഒന്ന് എനിക്കൊന്ന് റിപ്ലൈ തരുമോ പ്ലീസ്? ഹലോ, എനിബഡി? എത്ര ക്ലാസ് വരെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ പാടുള്ളൂ? 12 വരെ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുട്ടികൾ സ്വയം പഠിക്കണം. എങ്ങനെ സ്വയം പഠിക്കുന്നത്? സ്വന്തമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കാൻ പഠിക്കലാണ്, അതല്ലാതെ കുറെ ഡിഗ്രികളല്ല. ഈ ലോകത്തിലെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ സക്സസ് ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് യഥാർത്ഥ ഇത്. അല്ലാതെ കുറെ ഡിഗ്രി മേടിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ വലിയ ഇതൊന്നും അല്ല. നമ്മൾ പഠിക്കേണ്ടത് ജീവിക്കാൻ പഠിക്കുക. ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, നല്ല ലൈഫ് സ്റ്റൈൽ അക്വയർ ചെയ്ത്, വർക്ക് ലൈഫ് ബാലൻസ്. സായിപ്പിന്റെ ഒക്കെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയുക, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അവൻ ജോലി ചെയ്യും, 3 ദിവസം വർക്ക് ലൈഫിനാണ് അവന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഈ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്ന കരിയർ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 30 ലക്ഷം മുടക്കി പഠിപ്പിച്ചു, അല്ല 50 ലക്ഷം മുടക്കി കുട്ടികളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ 1 കോടി രൂപ പഠിപ്പിച്ചു, പക്ഷേ കുട്ടി രക്ഷപ്പെട്ടില്ല. അവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുക. 30ാമത്തെ വയസ്സിലും 50ാമത്തെ വയസ്സിലും അവൻ ഒന്നിനും സെറ്റിൽ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് എവിടെയൊക്കെ പിഴവ് പറ്റി. അവൻ പഠിക്കേണ്ടത് സ്വന്തം അധ്വാനിച്ചാണ്. 12ാം ക്ലാസ് വരെ നിങ്ങൾ ക്യാഷ് മുടക്കുക. ഇന്ത്യൻ വിദ്യാഭ്യാസത്തില് അല്ലെങ്കിൽ ഇവിടെ ഡിഗ്രി കഴിഞ്ഞാലും അച്ഛനും അമ്മയോടും വന്ന് ചോദിക്കും കുട്ടികൾ. പക്ഷേ ഇപ്പൊ UK ഞാൻ പോയപ്പോ അവര് എന്റെ സുഹൃത്ത്, എന്റെ ഗ്ലോബൽ പാർട്ണറായ ഷാജിയുടെ വീട്ടില് 12 കഴിഞ്ഞുള്ള ആ കുട്ടി, അവർ രാത്രി പണിക്ക് പോകും. 12 കഴിഞ്ഞാൽ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും വീട്ടില് അവർ താമസിക്കുന്ന റെന്റ് ഷെയർ ചെയ്യണം. എത്ര പേർക്കറിയാം? നമ്മുടെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. പേരൻസിനോടും പറയുന്നത് തേനെ ചക്കരയെന്ന് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയല്ല. അവരെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കണം. അവർ സ്വന്തമായിട്ടൊരു ഹോസ്റ്റലിലേക്ക് മാറിക്കഴിഞ്ഞാൽ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഇവിടെ 4ാം ക്ലാസ്സിൽ ABCD പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിവിടെ കവിത കാണാപ്പാഠം പഠിപ്പിക്കുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി അവർ പഠിപ്പിക്കും. സൂപ്പർ മാർക്കറ്റിൽ പോയി എങ്ങനെയാണ് സാധനം മേടിക്കേണ്ടത്, എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്, ഒരു എന്താ പറയാ, ഒരു ബോഡി ടച്ചിലേക്ക് ഒരു എന്താ പറയാ ഓപ്പോസിറ്റ് ടച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കണം. ഇതൊക്കെ എല്ലാം ചേരുന്നതാണ്, അല്ലാതെ ഒരു അക്കാഡമിക് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ടോട്ടലി ഉള്ള ഒരു വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേട്ട് അതിന് പറ്റിയ ഇതിന്റെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളും വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളും, നിങ്ങൾ എടുക്കുക കോഴ്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഫ്യൂച്ചറിൽ ജോബ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളും, കുട്ടിയുടെ പാഷനും പ്ലസ് പേരൻസിന്റെ ഇൻകവും നിങ്ങളുടെ സിറ്റുവേഷനും എല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം ഒരിക്കലും അച്ഛന് തീരുമാനിക്കാൻ പറ്റില്ല. അച്ഛൻ വരുന്നോട്ട് കുട്ടി പോകേണ്ട കാര്യവുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടായ ഒരാൾ അമേരിക്കയിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന കാര്യം നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ പാഷനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഇതും യോജിച്ച് വെച്ച് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് തന്നെയാണെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഈ ചാർട്ട് എല്ലാവരും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പേജിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പേടിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
ഇപ്പം നമ്മൾ BA പഠിച്ചു, BCom പഠിച്ചു, അല്ലെങ്കിൽ പിന്നെ ഡിഗ്രി എടുത്തു, അല്ല അതെടുത്തു ഇതെടുത്തു, കുറെ ജോലികൾ, നിങ്ങളൊരു ലക്ഷങ്ങളും കോടികളും ഒക്കെ പൈസ മുടക്കി പിന്നെ പഠിച്ചു വരുമ്പോഴത്തേന് ആ ജോലി തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ പോവാണ്. കുറെ സബ്ജക്റ്റുകൾ തന്നെ ഇല്ലാൻ പോകും. ഞാൻ അതിനകത്ത് കുറച്ച് എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ ലക്ഷങ്ങളൊക്കെ ഇപ്പം അവിടുത്തെ പല എന്താ പറയാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പം ഇതെടുത്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന കോഴ്സ് എന്ന് പറഞ്ഞ്. നിങ്ങൾ പറയും ഇപ്പം വേറെ എടുത്ത് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി ഇങ്ങനെയുള്ളതൊക്കെ എടുക്കും. ലാസ്റ്റ് നോക്കിയാൽ 4 വർഷം കഴിഞ്ഞാൽ ഇതിനൊരു ജോലി സ്കോപ്പ് ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ കമ്പനി തന്നെ 160 എംപ്ലോയീസ്, ഇപ്പൊ എനിക്കിപ്പോ 140 എംപ്ലോയീസിനെ വേണം. പക്ഷെ എനിക്ക് അതിന് പറ്റുന്ന ആളുകളെ കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവരെ പഠിച്ചതെല്ലാം എന്റെ മുമ്പിൽ വരുന്നതെല്ലാം ഡിഗ്രിക്കാരും PGക്കാരും ഒക്കെയാണ്. പക്ഷെ ഇവരാരും ഒരു ഓണ്ടർപ്രണറിന്റെ ആംഗിളിൽ ആ പണിയെടുക്കാൻ ഓപ്റ്റമായിട്ടുള്ള ഒരു കോഴ്സോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പോ എടുത്തല്ല വരുന്നത്. ലോകത്തില് ഏത് വൈറ്റ് കോളർ ആണെങ്കിലും ശരി, പിന്നെ ബ്ലൂ കളർ ജോബ് ആണെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇതൊന്നും അല്ല ജോലിയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു എന്റർപ്രണർ ആവാൻ. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പോകാന്നുള്ളത്. അപ്പം ഏത് മേഖലയാണെങ്കിലും ശരി, ഞാൻ വീണ്ടും പറയുന്നു, വളരെ സെലക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ കുറച്ച് ഞാൻ ഏതൊക്കെയാണ് ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാവാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ട്രഡീഷണൽ ലാംഗ്വേജുകൾ റിലേറ്റഡ് ആയിട്ടുള്ള പണ്ട് നമ്മൾ മലയാളത്തിൽ MA എടുത്തു, അതെടുത്തു, ഇതെടുത്തു എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതൊക്കെ അടുത്ത വിദ്യാഭ്യാസം ഒക്കെയാണ്. പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കരിയർ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പിന്നെ ഹാൻഡ് റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല ജോബ്, ഇതെല്ലാം ടെക്നോളജി. ഇന്ന് രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാവിലെ പുതിയ ടെക്നോളജിയാണ്. നമ്മളിവിടെ കിടന്നുറങ്ങുമ്പോൾ സായിപ്പ് അവിടെ മിഴിച്ചിരിക്കുക, അല്ലെങ്കിൽ ആ സായിപ്പ് എന്ത് ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അവൻ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കിടന്നുറങ്ങുമ്പോൾ നമ്മളിവിടെ ഇംപ്ലിമെന്റ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ IT റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളാണ് കുറച്ചും കൂടെ സായിപ്പിനേക്കാളും ബ്രില്യന്റ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ 2019 എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെയുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, കോട്ടയത്തുള്ള. അപ്പം കോട്ടയത്ത് അദ്ദേഹത്തിന് ചെല്ലുമ്പോൾ അന്ന് 300 എംപ്ലോയീസുമായിട്ട്, അദ്ദേഹം CA കാരനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു 10,000 ഫയൽസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്റർപ്രണേഴ്സിന്റെ അറിയാലോ, GST, അതുപോലെ തന്നെ ഓഡിറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഏകദേശം ഒരു 300 എംപ്ലോയീസ് അവിടെ ഇരുന്ന് പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിരന്നിരുന്ന് വലിയൊരു ഓഫീസ് അദ്ദേഹം റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാസം ഞാൻ അദ്ദേഹത്തിന് സെയിം ആളെ ഞാൻ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഏകദേശം 10-ൽ താഴെ എംപ്ലോയീസിനെ മാത്രമേ എനിക്ക് അവിടെ കാണാൻ സാധിച്ചുള്ളൂ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ, നിന്റെ കമ്പനി പൊട്ടിപ്പോയോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, കമ്പനിയൊക്കെ അതിനൊക്കെ വളർന്നു മോനെ, ഇഷ്ടം പോലെ വളർന്നു. അതിൻ്റെയൊക്കെ ഏകദേശം 10 ഇരട്ടി 5 വർഷം കൊണ്ട് ഏകദേശം 10 ഇരട്ടി 20 ഇരട്ടി ടേൺ ഓവർ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എംപ്ലോയിന്റെ സ്ട്രെങ്ത് ഞാൻ കുറച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി വന്നപ്പോഴത്തേന്, ഒരു സോഫ്റ്റ്വെയർ വന്നപ്പോഴത്തേന് ഇത്ര പേരുടെ തൊഴിൽ പോയി. അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട, നിങ്ങൾ എടുക്കുന്ന ജോബുകൾ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന സെലക്ഷൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴത്തേന് ഈ ലോകത്തിൽ അത് ഉണ്ടാവുമോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കണം. അല്ല നിങ്ങൾ പോയി ലക്ഷങ്ങളും കോടികളും ഒന്നും അല്ല പൈസ മുടക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു. ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, certain aspects of traditional geography, അതുപോലെ തന്നെ സം ട്രഡീഷണൽ ക്രാഫ്റ്റ്സ് ആൻഡ് മാനുവൽ സ്കിൽസ്, വുഡ് വർക്കിംഗ്, ടൈപ്പിംഗ്. ഇന്നിപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് എവിടെയെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഹ്യൂമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള 2 ടൈപ്പ് ജോബ് ഉണ്ട്. നെക്സ്റ്റ് പേജ് പ്ലീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാം. 2 ടൈപ്പ് ജോബ് ഉണ്ട് കേട്ടോ. ഒന്ന് എബോവ് നെക്ക്, നെക്സ്റ്റ് ബിലോ നെക്ക്. എബോവ് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിന്റെ മേൽഭാഗം ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന, എന്തൊക്കെയാണ് നമ്മുടെ കഴുത്തിന്റെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകൾ, നമ്മുടെ മുഖം, നമ്മുടെ സംസാരം, ഇങ്ങനെയുള്ള ഏരിയകൾ. ഇന്ന് ലോകത്തിന്റെ 95% ബിലോ നെക്കാണ് ആളുകൾ ജോലി ചെയ്യുന്നത്. എബോവ് നെക്ക് 5%. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് മേടിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഈ ഏരിയയുടെ മേളിലുള്ള ഏരിയകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. ആർ യു റെഡി? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടോ? ഹലോ, താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ എസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. അയ്യോ, ഞാൻ ഉള്ളി സബ്ജക്ട് കവർ ചെയ്ത് ഞാൻ മുമ്പോട്ട് പോകും. ജസ്റ്റ് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്ത് ഞാൻ പോയിട്ടേയിരിക്കും. എനിക്ക് നിങ്ങളുടെ ഇന്ററാക്ഷൻസ് വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം. എന്റെ മുമ്പിൽ ഞാനിപ്പോഴും ഞാൻ പലയിടത്തും ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നതാണ്. അവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾ എനിക്ക് കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ഇത് ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾ അപ്പടി ഇരുന്ന് TV കണ്ടുകൊണ്ട് ജസ്റ്റ് എന്നെ കടമയ്ക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യും. ഐ ഡോണ്ട് നോ. സോ ഐ നീഡ് യുവർ ഇന്ററാക്ഷൻ. നിങ്ങൾ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ കൂടുതൽ അറിവുകളും എന്റെ എക്സ്പീരിയൻസും നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പം ഞാൻ പറയുന്നു, എബോവ് നെക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റ് കൂടുതലായിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ
എബോവ് നെക്ക് ഇതിന്റെ മേളിലോട്ടുള്ള ഏരിയകളാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കൂടുതലായിരിക്കും. നിങ്ങൾ പഠിക്കാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എബോവ് നെക്ക് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനാണോ പേയ്മെന്റ്, നമ്മുടെ ഒരു ക്ലർക്കിനാണോ പേയ്മെന്റ് കൂടുതൽ? മോഹൻലാൽ എന്താ ആക്ടിംഗ് ആണ്, അദ്ദേഹം മുഖം കൊണ്ട് പേയ്മെന്റ് ഇത് ചെയ്യുന്നു. അമേരിക്കൻ സയന്റിസ്റ്റിനാണോ പേയ്മെന്റ് കൂടുതൽ, അതോ നമ്മുടെ ഇവിടെ ചെയ്യുന്ന എന്താ പറയാ വിറകുവെട്ടുകാരനാണോ, അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർക്കാണോ, അല്ലെങ്കിൽ ഡെസ്ക് ജോബ് ചെയ്യുന്ന ഒരു ക്ലർക്കിനാണോ, അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നവർക്കാണോ, അല്ലെങ്കിൽ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നവരാണോ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ജോബുകളെല്ലാം എബോവ് നെക്ക് ആണെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ആവശ്യമുള്ളത് ബിലോ നെക്കുകൾ ജോബുകൾക്കാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് ബംഗാളികളെ കൊണ്ടുവന്നത് എന്തിനാണ്? സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളികൾ ബിലോനെക്ക്, നമ്മൾ ചെയ്യാത്ത, മലയാളികൾ ചെയ്യാത്ത പല കാര്യങ്ങളും അവനെ കൊണ്ട് ചെയ്യും. ബിലോനെക്ക് ജോബുകളാണ്. ഇവിടെ പൊറോട്ട അടിക്കുന്നവനും അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്നവനും എല്ലാം എന്ത് ജോബാ ചെയ്യുന്നത്? ബിലോനെക്ക് ജോബാണ്. സായിപ്പിന്റെ ഇന്റൻഷൻ അത് തന്നെയാണ്. ഇപ്പൊ നമ്മളെ കുട്ടികളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ ഒരു രാജ്യത്ത് മാൻ പവർ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നതൊക്കെ എന്തിനാണ്? അവന്റെ രാജ്യത്ത് എന്താ പറയാ അവിടെയുള്ള ചെറിയ അവൻ ചെയ്യാത്ത പണി, അല്ല അവന് ചെയ്യാൻ അറിയത്തില്ലാത്ത പണി, അവൻ ചെയ്യാൻ മടിക്കുന്ന പണി, അല്ലെ അവനേക്കാളും ബ്രില്യന്റ് ആയിട്ടുള്ള പണി എന്നാലും നമ്മളെ കൊണ്ട് എടുപ്പിക്കുകയും അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവൻ അവിടെ PR കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ സെലക്ട് ചെയ്യും. ഇല്ലാത്ത ആളെ തൊഴിലില്ല എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എബോവ് നെക്ക് ജോബുകൾ സെലക്ട് ചെയ്യണം. എബോവ് നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ആ റീലിൽ ആയെങ്കിൽ മാത്രമേ ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയുന്നു. കണ്ണടച്ചു തുറക്കുമ്പോൾ പല ജോബുകളും ഇല്ലാതാവുന്നു. പിന്നെ ഇപ്പൊ സാധ്യതയുള്ള കുറച്ച് ജോബുകളെ കുറിച്ച് ഞാൻ പറയാം. എൻവയോൺമെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. കാരണം കാലാവസ്ഥകൾ പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ സബ്ജക്റ്റുകളൊന്നും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലോ സിലബസിലോ ഒക്കെ ഇനി ചിലപ്പോൾ അവർ ആഡ് ചെയ്യാൻ പോകുന്നുള്ളതായിരിക്കും. കാരണം കൊറോണയൊക്കെ വന്നു, ഇതിനു മുമ്പ് ആരെക്കുറിച്ച് അറിയില്ല. അല്ലെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, പഠനങ്ങൾ, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സാധ്യതയുണ്ട്. ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഓൺലൈൻ എത്തിക്സ്, ഓൺലൈനിന്റെ ഒരു വളർച്ചയും ഡിജിറ്റലിന്റെ വളർച്ചയും കൊണ്ടുണ്ടാവുന്ന കുറെ സബ്ജക്റ്റുകൾ. പിന്നെ ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, ഇന്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ബേസിസ്, ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് പാൻഡമിക് മാനേജ്മെന്റ്. പാൻഡമിക് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹെൽത്തിന്റെ ചേഞ്ചസ് വന്നാൽ, പുതിയൊരു വൈറസ് എവിടെയെങ്കിലും സൃഷ്ടിക്കപ്പെട്ടാൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, ഓരോ രാജ്യങ്ങളിലുള്ള കൾച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് പേഴ്സണൽ ഫിനാൻസ്, കോഡിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ്. ഇതുപോലെയുള്ള ലോകത്തിനെ മാറ്റിമറിക്കാൻ തന്നെ പോകുന്ന, നിങ്ങൾ എല്ലാവരും ഓർക്കുന്ന അലൻ മസ്ക്. നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലൻ മസ്ക് അവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? അലൻ മസ്ക് ആരാന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും ഏറ്റവും വലിയ ഇതൊക്കെയാണ് അല്ലേ? അവരൊക്കെ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെമ്മറി വേണ്ട. ഇനി പണ്ട് നമ്മൾ കാണാപ്പാടം പഠിച്ചു, കാണാതെ എല്ലാം ചെയ്തു. ഇപ്പോൾ എല്ലാം മെമ്മറി വേണ്ട, എല്ലാം സ്റ്റോറേജ് നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ ചിപ്പ് പോലും തലച്ചുള്ളിക്കല്ലാത്ത വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയുടെ ആവശ്യമില്ല. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ലോകത്ത് നടക്കാൻ പോകുമ്പോൾ നമ്മൾ എവിടെയോ കുറെ പുസ്തകങ്ങളും കുറെ ഇതും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറന്തള്ളപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് പേജ്. കുറച്ച് ജോലികൾ ഡിസ്പെയർ അതല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവാൻ പോകുന്ന കുറച്ച് സബ്ജക്ട് ഞാൻ പറയാം. ഡേറ്റ എൻട്രി ക്ലർക്കുകൾ, അതായത് എല്ലാം ബിലോനെക്ക, ബാങ്ക് ടെല്ലേഴ്സ് ആൻഡ് ക്ലർക്ക്. കാരണം കാഷ്യേഴ്സ് ഇതെല്ലാവരും ചെയ്യും, കമ്പ്യൂട്ടർ ചെയ്യും. മാനുഫാക്ചറിംഗ് ലൈന് എന്തെങ്കിലുമൊക്കെ ഈ ലൈൻ വർക്കറുകൾ, ടാക്സി ഡ്രൈവർമാർ, കാരണം ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലഫേഴ്സ്, ട്രാവൽ ഏജൻസ്, കാരണം ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട്. ട്രാവൽ ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് എല്ലാം ടെക്നോളജിയിലേക്ക് വന്നു. സ്റ്റോക്ക് ട്രേഡിംഗ്, ഇതെല്ലാം ഒറ്റ സിസ്റ്റം വന്നാൽ, ഒരു ടെക്നോളജി വന്നാൽ, ഒരു സോഫ്റ്റ്വെയർ വന്നാൽ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് പോകും. ഓപ്പറേറ്റർ, പോസ്റ്റർ വർക്കർ, പ്രിന്റ് ജേർണലിസ്റ്റ്, റീറ്റെയിൽ സെയിൽസ് പേഴ്സൺസ്, ഇതുപോലെയുള്ള. കാരണം ഇപ്പം ഇൻബൗണ്ട് മാർക്കറ്റിംഗ്, ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയാം. ആമസോണിൽ ആരെങ്കിലും ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു തുണിക്കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സെയിൽസ് പേഴ്സൺ നമ്മളോട് ചോദിക്കും. പക്ഷെ ആമസോൺ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്ന മുഴുവൻ AI ആണ്. നമ്മൾ ഒരു സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചിലപ്പം 10 സാധനമായിട്ട് തിരിച്ചു വരുന്നു. ഇതുപോലെയുള്ള പല ജോബുകളും, നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാൻ പോകുന്നു. നിങ്ങൾ ആരും ഞെട്ടണ്ട. നെക്സ്റ്റ് പേജ്. സാധ്യത, ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ഉള്ളത്. ഡേറ്റ സയന്റിസ്റ്റുകൾ, അനലിസ്റ്റുകൾ, AI ആൻഡ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ മാനേജേഴ്സ്, എൻവയോൺമെന്റൽ സബ്സിഡിറ്റി സ്പെഷ്യലിസ്റ്റ്, ഗ്ലോബൽ ഹെൽത്ത്,
കാരണം ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോബൽ ഹെൽത്തിൽ ഈ മാറ്റങ്ങൾ, ഹെൽത്ത് ഇൻഡസ്ട്രി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാലാവസ്ഥ മാറുന്നതുകൊണ്ടും വൈറസ് ഒക്കെ വരുന്നതുകൊണ്ടും ഹെൽത്ത് ഇൻഡസ്ട്രി ഭയങ്കര, IT ഭയങ്കര, വെർച്വൽ റിയാലിറ്റി ആൻഡ് എൻഗേജ്മെന്റ് റിയാലിറ്റി, ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ, ഡിജിറ്റൽ റീറ്റെയിൽ സ്പെഷ്യലിസ്റ്റ് ജോലികൾ, റിന്യൂവബിൾ ആൻഡ് എനർജി ടെക്നീഷ്യൻസ്, കാരണം എനർജി ലോകത്തിൽ തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ, മെന്റൽ ഹെൽത്തും വെൽനസ് കോച്ചുകൾ, വെൽനസ് ഇൻഡസ്ട്രിയിലുള്ള ഭയങ്കര മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, സോഷ്യൽ വർക്കിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇതുപോലെ ഹ്യൂമാനുമായിട്ട് ഇന്ററാക്ട് AI-ക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് AI-ക്ക് ഫീലിംഗ്സ് ഇല്ല. ഹ്യൂമാൻ ഇന്ററാക്ട് ആയിട്ടുള്ള ജോബുകളൊന്നും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇന്ററാക്ട് ആവത്തില്ല. ടെക്നോളജികൾ പലതും മാറി വരാം, പല കാര്യങ്ങൾ പോവാം, പക്ഷെ ഹ്യൂമാൻ, ഒരു മനുഷ്യനെ ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഫീലിംഗ്സിനെ ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫീലിംഗ്സിനെ കറക്റ്റ് ചെയ്യുന്ന ജോബുകളൊന്നും അത്ര പെട്ടെന്ന് ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങളും കോഴ്സുകളൊന്നും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പെട്ടെന്ന് പറയില്ല. കാരണം മനുഷ്യൻ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ, ഇപ്പൊ എന്തൊക്കെ AI വന്നാലും ഹ്യൂമാന്റെ ഫീലിംഗ്സ് കണക്ട് ചെയ്തിട്ടുള്ളൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല. അതും ഇപ്പൊ റിസർച്ച് നടക്കുന്നുണ്ട്, പലതും അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാം. AI ഒക്കെ അതിനൊക്കെ ഒരു ബേസ് ആണ്. പിന്നെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഓട്ടോമൊബൈൽസ്, വെഹിക്കിൾ എഞ്ചിനീയേഴ്സ്, പേഴ്സണലൈസിനുള്ള മെഷീൻ, പേഴ്സണലൈസ്ഡ് മെഷീനുകൾ, പിന്നെ ജെനോമിക്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റുകൾ, സ്മാർട്ട് സിറ്റി ആൻഡ് അർബൻ പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റുകൾ. കാരണം ഓരോ ലോകത്തും അതുപോലെയുള്ള വളർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ എത്തിക്സ് ആൻഡ് പ്രൈവസി കൺസൾട്ടൻസുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഹൈലി നമ്മൾ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത, ഇന്നും സബ്ജക്റ്റുകൾ ഇല്ലാത്ത പല കാര്യങ്ങളുമാണ് അടുത്ത 10 വർഷം കഴിഞ്ഞാലും. ഞാനിപ്പോ സംസാരിക്കുന്ന ഇന്നത്തെ കാര്യമല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഇതില്ല, ശരി, ഞാനിപ്പോ സംസാരിക്കുന്ന ബി ദ ഫ്യൂച്ചർ വേൾഡ് ടു ബി ആണ്. 2030 പഠിച്ചിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു, 2035 സംഭവിക്കും, 2040 നിങ്ങൾ ജോലി എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത്, ഇതിനെയാണ് ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് പേജ്. അപ്പൊ ഇന്ന് നമുക്കറിയാം, നമ്മളിപ്പോ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്, നമ്മൾ കേരളത്തിലാണ്, കൊച്ചു കേരളത്തിലാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചാലുള്ള 10 ബെനിഫിറ്റ്സ് എന്താ, 10 ബെനിഫിറ്റ്സ് ഇല്ലായ്മ എന്താ, അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്താണെന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം ധാരണയിൽ എത്തിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ മോർ കൺഫ്യൂഷൻ ആയേക്കാം, പക്ഷെ നിങ്ങൾ റിസർച്ച് ചെയ്യണം. പണ്ടത്തെ കാലത്ത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ മാതാവിന്റെയും പിതാവിന്റെയും ഗുരുവിന്റെയും സ്ഥാനം മാതാപിതാ ഗൂഗിൾ ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ഒറ്റ ഒരു ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ന് ഗൂഗിളിന്, അല്ലെങ്കിൽ ടെക്നോളജിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള AI-ക്ക് പലതും ചെയ്തു തരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിവ് അന്വേഷിച്ച് ആരുടെ പുറകെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത് എടുക്കേണ്ട കാര്യമില്ല. യു ക്യാൻ റിസർച്ച്, യു ക്യാൻ അനലൈസ്, യു ക്യാൻ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ വാർത്ത കാണുന്ന പോലെയാണ്. ഒരു വാർത്ത അതിനകത്ത് വന്നാൽ നമ്മൾ വാർത്ത സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ യു ഷുഡ് റിസർച്ച് യുവർ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്യണം. പണ്ടത്തെ പോലെ ഒരാൾ പറയുന്നത്, നിങ്ങളുടെ കൂട്ടുകാരൻ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങളും റിസർച്ചുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്തിട്ട് വളരെ വ്യക്തമായ തീരുമാനം, അവസാനത്തെ തീരുമാനം നിങ്ങളുടെ ആയിരിക്കണം. അപ്പം ഇന്ത്യയിൽ പഠിച്ചാലുള്ള കുറച്ച് ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കൾച്ചറൽ ഫെമിലാരിറ്റി, കാരണം നമ്മളിവിടെ പഠിച്ച ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ, മുസ്ലിം, നമ്മൾ വീട്ടിൽ പഠിച്ചു വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കും. ഫാമിലി സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അടുത്തൊക്കെയാണ്, ഓടി പെട്ടെന്ന് വീട്ടിൽ വരാം. ഇപ്പൊ അമ്മയോട് ഒരു ദിവസം അമ്മയുടെ ഭക്ഷണം കഴിക്കണേ, ചിലപ്പോൾ ഓടി വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ കുറച്ച് കോഴ്സൊക്കെ ഉണ്ട് ഇവിടെ, റെക്കഗ്നൈസ്ഡ് ഡിഗ്രി ഒക്കെയാണ്. നമ്മുടെ ഡിഗ്രികളൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഇന്ത്യയിൽ പഠിക്കണം, വിദേശത്ത് പഠിക്കണം, നിങ്ങൾക്ക് വേണം തിരഞ്ഞെടുക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇങ്ങനെ ലോകം വിട്ടു പോകുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വരുമ്പോൾ മനസ്സിലാവും. പിന്നെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. ലോക്കൽ നെറ്റ്വർക്ക് ആണെന്ന് മാത്രം, ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ഇല്ല. പിന്നെ ഈസി അക്സസ് ടു റിസോഴ്സ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിസോഴ്സ് ചെയ്യാം. ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഇവിടെയുണ്ട്. നമുക്ക് ഇവിടെ PSC എഴുതാം, UPSC എഴുതാം. പക്ഷേ UPSC എഴുതിയാലും PSC എഴുതി എത്ര മാർക്ക് തൊഴിൽ കിട്ടുന്നു, അല്ലെങ്കിൽ തൊഴിൽ കിട്ടിയാൽ തന്നെ എത്രയ്ക്ക് നമുക്ക് ശമ്പളത്തിൽ കയറാം, അതെല്ലാം അടുത്ത് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റഡി ഇന്ത്യയിൽ പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് ആണ്. അടുത്ത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം, ഡീമെറിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്റ്റഡി ഇന്ത്യയുടെ ഹൈ കോമ്പറ്റീഷൻ ആണ് ഇവിടെ കേരളം ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് പറയപ്പെടുന്നത്. അപ്പം ഹൈ കോമ്പറ്റീഷൻ ആണ്. പിന്നെ ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറുകളാണ്. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ല, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. നമുക്ക് അറിയാലോ, ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പിന്നെ കറപ്ഷൻസ് ഇവിടുത്തെ അറിയാലോ, നമ്മൾ എത്ര ടാക്സ് കൊടുത്താലും ഇതൊന്നും നമ്മുടെ ഇപ്പം വിദേശത്ത് നമ്മൾ കൊടുക്കുന്ന ഓരോ ടാക്സും അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇവിടെ റാങ്ക് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ തന്നെ എന്തില്ല, പിന്നെ സമരം കൂടെ ചെയ്ത് നിരാഹാരം കൂടെ കിടന്നാലേ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റുള്ള കിട്ടുള്ളൂ. പിൻവാതിൽ നിയമനങ്ങൾ, അതാണ് കറപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടാക്സ് കൊടുക്കുന്ന പൈസ നമ്മുടെ റോഡിലേക്ക് വരുന്നുണ്ടോ? ഇതുകൊണ്ടൊക്കെയാണ് കുട്ടികൾക്കും ഇവർക്കെല്ലാം നമ്മുടെ ഇവിടുത്തെ ഈ തലമുറ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി, ഹൈ സ്ട്രെസ് ആണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇവിടുത്തെ ഒരു ജോബ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്ത് കഴിഞ്ഞാൽ
നടന്നിട്ട് ബലവുമില്ല, നായിക്കിരിക്കാൻ നേരവുമില്ല. കാരണം നമ്മുടെ എന്താ പറയാ, നമുക്ക് വർക്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറഞ്ഞ പോലെ വൈകിട്ട് എന്താ പരിപാടി ചോദിച്ചില്ല, ഒരു ജോലി കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് ഉള്ള സ്ഥലങ്ങളില്ല, പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല, എന്നാൽ ഒത്തിരി പണി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള എത്ര കമ്പനികളാണ് ഇൻസെന്റീവ് കൊടുക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കമ്പനി ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അവർ എക്സ്ട്രാ പണിയെടുത്താൽ എത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് പല എന്റർപ്രണറിന്റെ ഇവിടുത്തെ പണി. എടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഉണ്ടോ? 1 ലക്ഷം രൂപ സാലറി എത്താൻ 10 വർഷം നിങ്ങൾ ജോലി ചെയ്യണം. സർക്കാരിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു 1 ലക്ഷം 2 ലക്ഷം സാലറി എടുക്കുക, എത്ര നാളത്തെ ഗ്രോത്ത് വേണം? കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2 ഗ്രോത്ത് ഉണ്ട്, ഹൊറിസോണ്ടൽ ഗ്രോത്തും ഉണ്ട്, വെർട്ടിക്കൽ ഗ്രോത്തും ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ എല്ലാ ജോബുകളും ഹൊറിസോണ്ടൽ ഗ്രോത്ത് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. ഇതൊക്കെയാണ് ഡീമെറിറ്റ്, ലിമിറ്റഡ് അസസ് ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് പേജ്. ആർ യു റെഡി? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടോ? എന്റെ ഈ ഇതിൽ നിങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് പറയാ. യെസ്, താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പം ഞാൻ പോകുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യൻ പാത്വേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഇനിയിപ്പം ഞാൻ ഗ്ലോബൽ എക്സ്പ്ലോഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങൾ, എന്റെ മക്കളെ ഞാൻ ചെയ്ത കാര്യം. എന്റെ മൂത്തവൻ ഇന്ന് ഓസ്ട്രേലിയയിലാണ്. അവൻ ഇന്ന് പഠനവും കഴിഞ്ഞ്, അതായത് കൊറോണയ്ക്ക് മുമ്പ് ഞാൻ അവനെ എന്ത് ചെയ്തു, ഇവിടുന്ന് 12ാം ക്ലാസ്സിൽ തന്നെ. ചിലർ ചോദിക്കും 12 കഴിഞ്ഞാണ് വിദേശത്ത് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്യിപ്പിക്കേണ്ടത്. ഞാൻ പറയും ഇന്ത്യയിലെ വിദേശത്തോ എവിടെയാണെന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, എവിടെ പഠിപ്പിച്ചാലും അവനെ കൂടെ തൊഴിലും കൂടെ ചെയ്യാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കൂടെ ഒരു പാർട്ട് ടൈമും കൂടെ ചെയ്യാൻ പഠിപ്പിക്കണം എന്നാണ് ഞാൻ ആദ്യം പറയാം. കാരണം അവന് വീട്ടിലിരുന്ന് അവനുള്ള പുസ്തകത്തിന് മേടിക്കാനുള്ള പൈസയും ഇതല്ല, എവിടെ പോയാലും അവനെ ഒരു തൊഴിലും കൂടെ പഠിപ്പിക്കണം. അതാണ് ഡിഗ്രി കഴിയുമ്പോഴത്തേന് അവൻ ഒരു മനുഷ്യനായിട്ട് മാറും. ഇനിയിപ്പം ഗ്ലോബൽ ഇന്റർനാഷണൽ സ്റ്റഡി അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റഡിയുടെ ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്നാണ് ഗ്ലോബൽ എക്സ്പ്ലോഷർ. അത് പണ്ടത്തെ കാലത്ത് എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു, മോൻ നന്നായിട്ട് പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞു. എന്തിനാ? നല്ലൊരു ജോലി കിട്ടാൻ. ആരെ ജോലി തരുന്നേ? ഒന്നെങ്കിൽ ഒരു എന്റർപ്രണർ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ്, അല്ലേ? അപ്പം നമുക്ക് പക്ഷേ ഓപ്പർച്യൂണിറ്റി എവിടെയുള്ളൂ? എന്റെ ജില്ലയിൽ, അല്ലെങ്കിൽ എന്റെ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ എന്റെ രാജ്യത്ത്. ഞാൻ പട്ടാളത്തിൽ പോയതുകൊണ്ട്, ജമ്മു കാശ്മീർ വരെ പോയതുകൊണ്ട് എനിക്ക് ഇന്ത്യ മുഴുവൻ എനിക്ക് ചെയ്യാൻ പറ്റി. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഗ്ലോബൽ നിങ്ങളുടെയാണ്, എന്ന് പറഞ്ഞ ഈ ഭൂമി നിങ്ങളുടെയാണ്. അതാണ് ഗ്ലോബൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ തൊഴിലില്ലാന്ന് പറഞ്ഞുകൊണ്ട് കട്ടപ്പനയോ അല്ലെങ്കിൽ കോട്ടയത്തോ റാന്നിയിലോ കിടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ലോകം മുഴുവൻ നിങ്ങളുടെയാ സുഹൃത്തുക്കളെ. ഈ ലോകം മുഴുവൻ നിങ്ങളുടെയാണ് കുഞ്ഞുങ്ങളെ. ഭൂമിയിലെ ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത് ഈ ലോകം മുഴുവൻ ഗ്രാബ് ചെയ്യാനാ. അല്ലെ ജാതി, മതം, അല്ലെങ്കിൽ രാഷ്ട്രീയം, വർഗം, ഇങ്ങനെയൊന്നും നമ്മളെ പല അതിർവരമ്പുകൾ നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ വേർതിരിച്ചു ആളുകൾ. കേരളക്കാരെന്ന് പറഞ്ഞുകൊണ്ട് കേരള സംസ്ഥാനം ഉണ്ടാക്കി. ഇന്ത്യക്കാരെന്ന് പറഞ്ഞത് ഇതൊന്നും അല്ല. ദൈവം നോക്കുന്നത് ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യ ജന്മം എല്ലാം നമുക്കാണ്. ഈ ഗ്ലോബ് നമുക്കാണ്. അതാണ് ഗ്ലോബൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ്. അക്കാഡമിക് എക്സലൻസി. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ എല്ലാം ഞാനിപ്പം പറയുന്നു, നമ്മുടെ കുട്ടികൾ ഇവിടെ 3G എന്താ 4G എന്താന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേശ കുട്ടികൾ 7Gയെ കുറിച്ചും 8Gയെ കുറിച്ചും റിസർച്ച് ചെയ്യും. അതാണ് അക്കാഡമിക് എക്സലൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ ആരും എഴുതി വെച്ച സിലബസ് കാണാപ്പാഠം പഠിപ്പിക്കുമ്പോൾ വിദേശത്ത് റിസർച്ച് സ്റ്റഡിയാണ്, ഓപ്പൺ ബുക്കാണ്. പിന്നെ വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റികൾ. നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ അച്ഛനും അമ്മമാർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ വാട്ട് ഈസ് ദ QS വേൾഡ് റാങ്കിങ് എന്നൊന്ന് ചുമ്മാ അടിച്ചു നോക്ക്. ഇന്ത്യയിലെ ഇവിടെ ഇടിച്ചു കിടക്കുന്ന JEE എഴുതാനും IIT IIM അല്ലെങ്കിൽ MBBS അതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് സെർച്ച് നോക്കുക. വാട്ട് ഈസ് ദ വേൾഡ് റാങ്കിങ്? ഇന്ത്യ റാങ്കിങ് ആദ്യം അടിക്കണം, അത് കഴിഞ്ഞ് വേൾഡ് റാങ്കിങ് അടിച്ചു നോക്കണം. അപ്പം IIT ഇന്ത്യയിലെ നമ്പർ 1 ആണ്, പക്ഷേ വേൾഡിലെ എത്രാമതാണെന്ന് നിങ്ങൾ ചുമ്മാ അടിച്ചു നോക്കുമോ? നിങ്ങൾ പഠിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പിന്നെ എന്താ പറയാ ഇവിടുത്തെ KTU കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, എല്ലാം നിങ്ങൾ അടിച്ചു നോക്കിയോ വാട്ട് ഈസ് ദ വേൾഡ് റാങ്കിങ്. അപ്പൊ ഇതിനേക്കാളും വേൾഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികളും എഡ്യൂക്കേഷനും ഒക്കെ വേറെ എവിടെയൊക്കെയോ ഉണ്ട്. അത് നമുക്ക് അറിയത്തില്ല. അതെവിടെയാണ്? അവിടെ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അവിടെ സ്കോളർഷിപ്പ് എടുക്കാം, എങ്ങനെ നമുക്ക് അവിടെ ചെയ്യാം, ഗ്ലോബൽ എക്സ്പ്ലോഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ ലോകം മുഴുവൻ നമുക്ക് എങ്ങനെ ഗ്രാബ് ചെയ്യാം. എല്ലാവരും പഠിച്ചിറങ്ങി ചെറിയ സാലറിക്ക് അല്ലെങ്കിൽ ചെറിയ ജോബിലേക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഠനത്തോടൊപ്പം എങ്ങനെ ജോലി ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. അക്കാഡമിക് എക്സലൻസി എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് പേജ്. ലാംഗ്വേജ് സ്കിൽസ്. നിങ്ങൾ മലയാളം, ഹിന്ദി, തമിഴ് മാത്രമല്ല, മൾട്ടിപ്പിൾ ലാംഗ്വേജ്. ഈ ലോകത്തിൽ എന്തൊക്കെ ലാംഗ്വേജുകൾ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. നെക്സ്റ്റ് പേജ്.
ഇന്റർനാഷണൽ നെറ്റ്വർക്ക്. നിങ്ങളുടെ ലെഫ്റ്റ് ഇരിക്കുന്നവൻ ചൈനക്കാരനായിരിക്കും, റൈറ്റ് ഇരിക്കുന്നവൻ കെനിയക്കാരനായിരിക്കും, ഇപ്പുറത്തിരിക്കുന്നവൻ UK കാരനായിരിക്കും, ഇപ്പുറത്തിരിക്കുന്നവൻ തമിഴ്നാട്ടുകാരനായിരിക്കും. ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഏറ്റവും കൂടുതൽ. നെറ്റ്വർക്കിംഗ് ഈസ് നെറ്റ്വർത്ത്. നിങ്ങളുടെ എന്താ പറയാ, രണ്ട് കാര്യത്തിൽ നിങ്ങൾ ധനവാനായിരിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ പൈസ കൊണ്ട് ഒത്തിരി പൈസ ഉള്ളവനായിരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നന്മ കൊണ്ട് ധനവാനായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാത്ത ഒരാളോടൊപ്പം നിങ്ങൾ കൂട്ടുകൂടരുത്. മനസ്സിലായോ? ഒന്നെങ്കിൽ സാമ്പത്തികം കൊണ്ട് നന്മ, ഇഷ്ടംപോലെ പൈസ ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അവന്റെ മനസ്സുകൊണ്ട് അവൻ കോടീശ്വരനായിരിക്കണം. എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർത്ത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ, ഞാനിപ്പം കാനഡയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നെറ്റ്വർക്കിംഗ് ഉണ്ട്, ഓസ്ട്രേലിയ പോലെ എനിക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ട്, ഞാൻ വിട്ട കുട്ടികൾ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വിട്ട ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എവിടെ ചെന്നാലും എൻ്റെ ഒരു ടയർ വെട്ടിക്കിടന്ന്, ഇപ്പം വണ്ടി ഓടുമ്പോൾ ടയർ പൊട്ടിപ്പോയി ഇവിടെ കിടന്നാലും, തിരുവനന്തപുരത്ത് കിടന്നാലും അല്ലെ കാനഡയിൽ പോയാലും എനിക്ക് എന്നെ സഹായിക്കാൻ ആളുണ്ട്. അതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്താൽ അവിടുത്തെ നെറ്റ്വർക്കിംഗ് നിങ്ങൾക്കുള്ളൂ. അതിനെ നിങ്ങൾ ലോക്കൽ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിനെ നെക്സ്റ്റ് നിങ്ങൾ ഡിസ്ട്രിക്ട് ഉള്ള നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിസ്ട്രിക്ട് സിറ്റിസൺ ആണ്. അടുത്ത പേജ് വരുന്നുണ്ട്, അന്നേരം ഞാൻ പറയാം. നെക്സ്റ്റ് പേജ് പെട്ടെന്ന് പോട്ടെ. പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിപരമായിട്ടുള്ള ഗ്രോത്ത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോന് വിടുമ്പോ അവന് +2 കഴിഞ്ഞ് വിടുമ്പോ അവന് ഒരു തുണി തേക്കാനോ അവന് റോഡ് ക്രോസ് ചെയ്യാനോ അറിയത്തില്ലായിരുന്നു. അവൻ അവിടെ പോയി എല്ലാ കാര്യങ്ങളും പഠിച്ചു, സ്വന്തമായിട്ട് ലാസ്റ്റ് നല്ല പൈസ ഉണ്ടാക്കി, അവന്റെ എഡ്യൂക്കേഷന്റെ ഫീസ് അവൻ അടച്ചു, സ്വന്തമായിട്ട് വണ്ടി എടുത്തു, ലാസ്റ്റ് അവൻ ജോലിയായി. ലോകത്തില് വീട്ടിൽ ചെയ്യാതിരുന്ന ഒരു കാര്യങ്ങളും അവൻ ചെയ്തു, അവൻ ഇതായി. അതാണ് ഞാൻ ഓരോരുത്തരെയും പറയുന്നത്. അവന് സെൽഫായിട്ടുള്ള ഗ്രോത്ത്, അവരുടെ പേഴ്സണൽ ഗ്രോത്ത്. അല്ലെങ്കിൽ ഡിപ്പെൻഡ്, നമ്മൾ മക്കൾ അങ്ങനെ ചെയ്യില്ലല്ലോ ഇങ്ങനെ ചെയ്യില്ലോ എന്ന് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പിന്നെ ജിറാഫ് പ്രസവിച്ചിട്ട് കഴിഞ്ഞാല് തള്ള എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? ഒറ്റ അടി കാലുകൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്താ എണീറ്റ് നടക്കാം, അല്ലാതെ അവിടെ കൊച്ചവിടെ കടഞ്ഞു പോകും. സ്വിമ്മിങ് പഠിക്കാൻ വെള്ളത്തിൽ തള്ളിയിടണം. പിള്ളേരെ എത്രമാത്രം തള്ളിയിടുന്നു, പക്ഷെ എന്ന് വിചാരിച്ച് മുങ്ങിച്ചാവാൻ നമ്മൾ അനുവദിക്കരുത്. അവരെ സേഫ് ആൻഡ് ഇതിൽ നിന്നുകൊണ്ട് അവരെ കംഫർട്ട് ചെയ്യണം. അപ്പോഴാണ് അവര് സെൽഫ് ഏബിൾ ആവുള്ളൂ. ഈ തിന്മകളും പ്രശ്നങ്ങളും ട്രബിളും എല്ലാം നിറഞ്ഞ ലോകത്തിൽ അവർ സക്സസ് ആയി വരണമെങ്കിൽ അവരെല്ലാം കണ്ട് ശീലിക്കണം. അല്ലാതെ കുറെ പുസ്തക പുഴുക്കളായി കുറെ ഡിഗ്രി എടുക്കുന്നതിൽ എല്ലാ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. കരിയർ പ്രോസ്പെക്ട്സ്. ലോകത്ത് നിങ്ങളൊരു ഗ്ലോബൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകം മുഴുവൻ തൊഴിലിന് നേടാം. എന്ന് പറഞ്ഞാൽ കാനഡയിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയ്ക്ക് തേടാം, അമേരിക്കയെ തേടി ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ UK തേടാം. അല്ല, ഞാൻ തിരിച്ച് ഇപ്പൊ എന്റെ ഇൻഫോ പാർക്ക് തന്നെ ഞാൻ പറയുകയാണ്. ഇൻഫോ പാർക്കിലാണ് എന്റെ കമ്പനി ഉള്ളത്. അവിടെ ഏകദേശം 5000 കമ്പനി ഉണ്ട്. ഈ 5000 കമ്പനിയിൽ 50,000 എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ പലരും നോക്കിക്കഴിഞ്ഞാൽ അവർ ഗ്ലോബൽ കമ്പനികളാണ്. അപ്പൊ എല്ലാ കാര്യത്തിനും അവര് ഒരാൾ വരയ്ക്കുന്നുണ്ട്. ഒന്ന് ഓഫ് ചെയ്യണേ അഡ്മിൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന്. നമ്മുടെ ഇതിലാരോ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ്, അതൊന്ന് മായ്ച്ചു വിടുവോ? രസം ഉണ്ടാവില്ല. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, നിങ്ങൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അത് മറ്റുള്ളവർക്കൊരു അരാജകമാണ്. അതൊന്ന് മായ്ച്ചു വിടാം. അഡ്മിന് മായ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പം കരിയർ പ്രോസ്പെക്ട്സുകൾ നിങ്ങൾക്ക് ലോകം മുഴുവൻ തേടാൻ എപ്പോഴും ഗ്ലോബൽ എഡ്യൂക്കേഷൻ തന്നെയാണ് നല്ലത് എന്നുള്ളത്. നെക്സ്റ്റ് പേജ്. പിന്നെ കരിയർ ഗ്രോത്ത്, കരിയർ സാലറി. ഇപ്പൊ നമ്മളിവിടെ ഇന്ത്യയിൽ പഠിച്ചിറങ്ങി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പിന്നെ ഇവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പൊ എപ്പോഴും ഇന്ത്യൻ വിദ്യാഭ്യാസം പേരൻസിനോടാണേ. പേരൻസ് ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഉള്ളവരൊന്ന് ദയവ് ചെയ്തൊന്ന് SS പറയാവോ? പേരൻസ് ഉള്ളവരൊന്ന് SS പറയാവോ? പേരൻസ്, കുട്ടികളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെങ്കിൽ. യെസ്, അഖിൽ സാറുണ്ട്, രമേശൻ സാറുണ്ട്, HRDC ഉണ്ട്. ഓക്കെ, താങ്ക് യു. സുധാ കുമാരി ഉണ്ട്. ഓക്കെ, താങ്ക് യു. പേരൻസിനോടാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ എന്താ പറഞ്ഞു വന്നത്? എനിക്ക് പെട്ടെന്ന് ട്രാക്ക് ഔട്ട് ആയി പോയി. സോറി. ആർക്കെങ്കിലും ഒന്ന് ലാസ്റ്റ് പറഞ്ഞ, ഈ പേരൻസിനോടാണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ട്രാക്ക് ഔട്ട് ആയി പോകും. എനിബഡി ആർക്കെങ്കിലും ഒന്ന് പറയോ? എന്തോ പേരൻസിനോട് എന്തൊക്കെ പറയാൻ നിൽക്കുന്നു. അല്ല, അതിന്റെ മുമ്പത്തെ എന്താണെന്നൊന്ന് പറയോ? ഇന്ത്യയിലെ എന്തൊക്കെ കോഴ്സോ? താങ്ക് യു വെരി മച്ച്. ഞാൻ പരീക്ഷിച്ച കേട്ടോ.
നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് പേരൻസിനോട് പറയാനുള്ളത്. നമ്മൾ എപ്പോഴും നോക്കുന്നത് പ്രൈസും കോസ്റ്റും എന്ന് പറഞ്ഞാണ്. ഞാനൊരു ബാങ്കറും കൂടെ ആയതുകൊണ്ട് ഈ ഒരു വേർഡ് ശ്രദ്ധിക്കുക. ഇന്ത്യൻ വിദ്യാഭ്യാസം എപ്പോഴും പ്രൈസ് കുറവാണ്, എന്നാൽ കോസ്റ്റ് കൂടുതലാണ്. എന്താണ് പ്രൈസ്, എന്താണ് കോസ്റ്റ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ, ഞാനൊരു കാർ വാങ്ങുന്ന, നിങ്ങളൊരു കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ മാരുതി കാറ് അല്ലെങ്കിൽ ഒരു 5 ലക്ഷത്തിന്റെ താഴെ വിലയുള്ള ഒരു കാർ നിങ്ങൾ മേടിച്ചാൽ ഡെഫിനറ്റ്ലി അതിന്റെ പ്രൈസ് കുറവായിരിക്കും, പക്ഷെ കോസ്റ്റ് കൂടുതലായിരിക്കും. എന്താണ് കോസ്റ്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാധനം കുറെ നാൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്, വിറ്റ് കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ കുറെ നാൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതേ സ്ഥാനത്ത് നിങ്ങൾ ഓഡിയാണ് മേടിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രൈസ് കൂടുതലാണ്, പക്ഷെ ഓഡിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിനെയാണ്. നിങ്ങളിപ്പോ ഒരു 10-15 വർഷം, അതുപോലെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം. തീർച്ചയാണ് ഇവിടെ ചീപ്പാണ്. പല പേരൻസും നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, അല്ല ഇവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആണല്ലോ കിട്ടുന്നത്, ഇവിടെ നിങ്ങൾ പൈസ മുടക്കേണ്ട നിങ്ങളെ കുട്ടിയെ വിടാൻ. പക്ഷേ ഈ കുട്ടി ഇവിടെ പഠിച്ചിറങ്ങി ഒരു 1 ലക്ഷം രൂപ സാലറി എടുക്കാൻ 10 വർഷം വേണ്ടി വന്നാൽ നിങ്ങൾ അതിനെ ഒന്ന് കൂട്ടി നോക്കിക്കോ നിങ്ങൾ. പക്ഷെ ആ സ്ഥാനത്ത് ഇതേ കുട്ടി ഒരു വിദേശത്താണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ 20,000 ആണ് സാലറി എങ്കിൽ അവിടെ 5 ലക്ഷമാണ്, അല്ലെ 3 ലക്ഷമാണ്, അല്ലെ 2.5 ലക്ഷമാണ്. അപ്പൊ ആ 10 വർഷം അവൻ ജോലി ചെയ്താൽ എത്ര ഇൻകം ആണ് കിട്ടുന്നത്? നിങ്ങൾ ഇവിടെ മുടക്കേണ്ട എത്ര ഇരട്ടിയാണ് കിട്ടുന്നത്? അവന്റെ കരിയർ ഗ്രോത്തും അവന്റെ എക്സ്പ്ലോഷനും അവന്റെ കാര്യങ്ങളും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ വിദ്യാഭ്യാസം പ്രൈസ് കുറവും കോസ്റ്റ് കൂടുതലുമാണ്. വിദേശ വിദ്യാഭ്യാസം പ്രൈസ് കൂടുതലും കോസ്റ്റ് കുറവുമാണ്. അതാണ് ഞാൻ പേരൻസിനോട് പറഞ്ഞത്. അപ്പം ചോദിക്കും നമുക്ക് ഇതിനകത്ത് എങ്ങനെയാ സാറേ, ഞങ്ങളൊക്കെ പാവപ്പെട്ടടത്തെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണിത്, എനിക്ക് ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഒക്കെ സാധിക്കുമോ? സെയിം ഞാനും ചിന്തിച്ചതാണ്. ഞാനും ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, ബാങ്ക് എംപ്ലോയി ആയിരുന്നു. എൻ്റെ വൈഫും ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നപ്പോ എൻ്റെ മകനെ ഫസ്റ്റ് JEE എഴുതിക്കാൻ വേണ്ടിയിട്ട് വിട്ടു, അവൻ 8 നില പൊട്ടി. രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പാലാ ഇതിൽ വിട്ടു. അവിടെ ചെന്നപ്പോൾ എന്നോടൊരു വീണ്ടും ആ വർഷം അവന് മാർക്ക് കിട്ടില്ല, കാരണം ഇവന് 99% മാർക്കുണ്ട്. അവിടെ പഠിക്കുന്നവരെല്ലാം 100%കാരാണ്. ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായി. അതിനുശേഷം വീണ്ടും കിട്ടിയില്ല. അവൻ പോകാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരന് കിട്ടി അച്ഛാ, ഞാൻ അതുകൊണ്ട് 1 വർഷം കൂടെ പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ്സുള്ള പുതിയ സ്ഥാനമൊന്നും അല്ല പഠിക്കുന്നത്, പഠിച്ച് തന്നെ വീണ്ടും വീണ്ടും പഠിക്കുന്നതിനെയാണ് റിപ്പീറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്നോട് എൻ്റെ ഒരു അമേരിക്കൻ കസ്റ്റമർ 30 കോടി എൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത്, ഞാനന്ന് ബാങ്കിൽ സീനിയർ മാനേജറായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, സാറേ, ഞാൻ പറഞ്ഞു എൻ്റെ മോൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്, അവനെ വീണ്ടും ഇങ്ങനെ അവനെ കിട്ടിയില്ല, അവന് JEE എഴുതി കിട്ടിയില്ല, അവന് IIT പോകണമെന്നാണ് ആഗ്രഹം. എന്നോട് ചോദിച്ചു, ആർ യു ഫൂൾ എന്നാണ് എന്നോട് ചോദിച്ചത്. ആർ യു ഫൂൾ? ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ടാവേണ്ട. അതിൽ നിന്നാണ് ഞാൻ ഒരു ഇന്റർനാഷണൽ കരിയർ കൗൺസിലർ ആയതും ഇന്ന് എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു വലിയ സെഗ്മെന്റ് കൊണ്ടതും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വേർഡ് എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. എന്നാ സാർ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. നിന്നോട് ഇവിടെ തന്നെ എന്നോട് പറഞ്ഞേ, നീ മൊബൈൽ എടുക്കുന്നോട്ടൊന്ന് സെർച്ച് ചെയ്യുക, വാട്ട് ഈസ് ദ വേൾഡ് റാങ്കിങ് ഓഫ് IIT എന്ന് അടിക്കുക. സാറേ ഞാൻ അന്നേരം സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ പറഞ്ഞു വേൾഡ് റാങ്കിങ്, വാട്ട് ഈസ് ഇന്ത്യൻ റാങ്കിങ് എന്ന് അടിക്കാൻ പറഞ്ഞു. 1 അടിച്ചു. എന്നിട്ട് വീണ്ടും അടിക്കാൻ പറഞ്ഞു, വേൾഡ് റാങ്കിങ് അടിക്കാൻ. 156 സ്ഥാനം IIT-യുടെ പറഞ്ഞത്. ചില IIT, അത് അന്നത്തെ ഏറ്റവും പ്രസക്തമായ മദ്രാസ് എഞ്ചിനീയർസിയും മുംബൈ IIT ഒക്കെ, അതിലും മോശമായ IIT-കളൊക്കെ ഉണ്ട്, 500-600 ഒക്കെ വേൾഡ് റാങ്ക്. എന്നോട് ചോദിച്ചു, ഇതിനുള്ളിലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എവിടെയാ സാറേ? വേൾഡിന്റെ ഫലഭാഗത്തുണ്ട്. ഞാൻ അന്ന് എൻ്റെ പേരൻസിനോ എനിക്കോ അല്ല എൻ്റെ വൈഫിനോ അറിയില്ല. അപ്പം ഞാൻ നേരെ ഇത് പഠിക്കണം, ഇതിന് ഒത്തിരി പൈസ വേണ്ടേ സാറേ? ഇല്ല മോനെ പഠിപ്പിക്കണമെങ്കിൽ നല്ല സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, അല്ല നിങ്ങളുടെ പൈസ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരുന്ന ആളുകളുണ്ട്. നീ ട്രൈ, അതും പല ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. യു ട്രൈ എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിട്ടത് ഓസ്ട്രേലിയയിലാണ്. സ്കോളർഷിപ്പ് എടുത്തു, 72% സ്കോളർഷിപ്പ് അവന്റെ മൂത്തനെടുത്തു. ഇപ്പൊ രണ്ടാമത്തേനെ ഞാൻ 50% സ്കോളർഷിപ്പ് എടുത്തു. അവൻ പഠിച്ചിറങ്ങി, വെറും ചെറിയ പൈസയിൽ അവൻ പഠിച്ചിറങ്ങി. അവൻ പാർട്ട് ടൈം ചെയ്തു. ഞാൻ എക്സ്പെൻസ് ചെയ്തതിന്റെ എത്രയോ തുക അവൻ മടക്കി, അവൻ രക്ഷപ്പെട്ടു. എനിക്കൊന്നും തരണമെന്ന് ഞാൻ പറയുന്നില്ല. അവന്റെ ലൈഫും അവന്റെ ജീവിതവും അവന്റെ കാര്യങ്ങളും അവൻ സെറ്റ് ചെയ്തു. ഇതാണ് വ്യത്യാസം. നെക്സ്റ്റ് പേജ്. നിങ്ങൾക്ക് വിശ്വാസമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നു വിശ്വസിക്കുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് വിത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു 10-20 വർഷം നിങ്ങളുടെ കുട്ടി ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് മിസ് ചെയ്യുന്നതിനെയാണ് ഞാൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ റിസർച്ച് ഓപ്പർച്യൂണിറ്റി എപ്പോഴും വിദേശത്ത് തന്നെയാണ് കൂടുതൽ, ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, ട്രാവൽ ആൻഡ് എക്സ്പ്ലോറേഷൻ. അത് നിങ്ങൾക്ക് അറിയാം, ഇഷ്ടംപോലെ കൾച്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോവാം, അല്ലെ തീരില്ല. ഹോളിസ്റ്റിക്, നിങ്ങളുടെ ഒരു ഓവറോൾ നിങ്ങളുടെ കുട്ടി ഡെവലപ്പ് ആവും, നിങ്ങളും ഡെവലപ്പ് ആവും. ഒരു കുട്ടി വിദേശമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. നെക്സ്റ്റ്, നിങ്ങൾക്ക് വേണേൽ യാത്ര ചെയ്യാം. ഇതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഡോക്ടർ വിനോദ് കുമാറിനെ ഗ്ലോബൽ സിറ്റിസൺ എന്നാണ് പലരും വിളിക്കുന്നത്. ഗ്ലോബൽ സിറ്റിസൺഷിപ്പിന്റെ ഉപജ്ഞാതാവെന്നാണ് ഞാൻ അറിയപ്പെടുന്നത്.
IGCF ഇന്റർനാഷണൽ ഗ്ലോബൽ സിറ്റിസൺ ഫോറത്തിന്റെ ഫൗണ്ടറും കൂടെയാണ് ഞാൻ. ഇന്ന് എന്താണ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്? ശശി തരൂരിനെ ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട് ഗ്ലോബൽ സിറ്റിസൺ എന്നാണെന്നൊക്കെ. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ലോകത്തിൽ പിന്നെ എന്താ പറയാ, സന്തോഷ് ജോർജ് കുളങ്ങര എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ഇതായിട്ട്? നമ്മൾ ഒരേ സ്ഥലത്ത് ജീവിച്ചാൽ, ഒരേ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ കിണറ്റിലെ തവളകളാണ്. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ വ്യത്യസ്തം. അതാണ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ താമസിക്കാന്നുള്ളതല്ല. ഞാനിപ്പോ UK ചെന്നപ്പോൾ ഞാൻ കണ്ടത് അവിടെയുള്ള ആളുകൾ അടുത്ത ഇതിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ, അല്ലെങ്കിൽ അടുത്ത ഇനിയും വരാൻ പോകുന്ന 10 വർഷം കഴിഞ്ഞാൽ, 20 വർഷം കഴിഞ്ഞാൽ ഈ ലോകം ഒരിടത്തും അടങ്ങിക്കൂടി ജീവിക്കത്തില്ല. നിങ്ങൾ ഇത് വേണ്ടത് നോട്ട് ചെയ്ത് വെച്ചോ. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, സാറ് പറഞ്ഞ് തെറ്റാന്ന് എന്നോട് പറയാം. ഒരിടത്തും ഒരു കമ്പനിയിലും സ്ഥിരമായിട്ട് എന്താ പറയാ, പല ഓപ്പർച്യൂണിറ്റീസുകൾ അവർ തേടും. പണ്ടത്തെ കാലത്ത് നമുക്ക് ദൂരദർശൻ എന്ന് പറഞ്ഞ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ദൂരദർശൻ എന്ന് പറഞ്ഞ ഒറ്റ ചാനൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നപ്പോ ആകെ പള്ളിയിൽ കാണാൻ വേണ്ടിയിട്ട്, പള്ളിയിലും വായനശാലയിലും ഒക്കെ ഞാൻ ചൂട്ടും കത്തിച്ചു പോയിട്ടുണ്ട്. ഇന്ന് 1000 ചാനൽ ഉള്ളപ്പം നമ്മുടെ ഇതിനകത്ത് മാറി മാറി, അതാണ് ഓപ്പർച്യൂണിറ്റി. ഇനിയും തൊട്ട് ലോകം മുഴുവൻ നമ്മുടെ ഓപ്പർച്യൂണിറ്റി വരികയാണ്, ലോകം മുഴുവൻ ഇത് ചെയ്യുകയാണ്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ജാതിന്റെയോ മതത്തിന്റെയോ ഭാഷയുടെയോ രാഷ്ട്രത്തിന്റെയോ അതിവരമ്പുകളെ ഇനിയുള്ള തലമുറയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിയുടെ വളർച്ചയും. എന്റെ ചെറുപ്പത്തിൽ കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടുന്നാ കാണുക? പക്ഷെ എന്റെ മകൻ ഇന്ന് ഇന്റർനെറ്റിൽ കാനഡയിൽ ഒരു ഓഫീസിൽ അവിടുത്തെ ഒരു കോളേജിനെ കുറിച്ച് അവൻ റിസർച്ച് ചെയ്യണമെങ്കിൽ അവൻ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയിട്ട് അവൻ ലൊക്കേഷൻ ചെയ്യും. ഇതാണ് വ്യത്യാസം. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കിണറ്റുകൾ തവളയാവുന്ന നമ്മുടെ കുട്ടികളും കിണറ്റിലെ തവളകളായിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതാണ് ഗ്ലോബൽ സിറ്റിസൺ. ഇനിയിപ്പം ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും, അതുകൊണ്ടാണ് ഈ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികൾ കൂണ് പോലെ മുട്ടി വളയ്ക്കുന്നതും, അതുപോലെ അതിനുള്ള സർവീസിന് എവിടെയാണ്, അതെന്തോ തെറ്റൊന്നുമല്ല. കാരണം ഹോട്ടലുകൾ കൂടുതൽ എവിടെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ടാവും. ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്ന കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടും. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ്. ഞാൻ ഓൾറെഡി വിവരിച്ച കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ്. ഇന്റർനെറ്റ് സ്പീഡ് കുറവാണോ? ഓക്കെ, നെക്സ്റ്റ് പേജ്. ഓക്കെ. ഇമ്പോർട്ടൻസ് പോയിന്റ് ടു കൺസിഡർ ഇന്ത്യൻ സ്റ്റുഡൻറ് സെലക്ട് ഇൻ MBBS. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, MBBS 25 ലക്ഷം കുട്ടികളാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ പലരും ഇതിനകത്ത് MBBS സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പേരൻസ് MBBS നോക്കുന്നവരുണ്ടാവും. ഇപ്പൊ നീറ്റിന്റെ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നവരുണ്ടാവും. നിങ്ങളെ റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്യുമ്പോൾ ചുമ്മാ ഈ നീറ്റൊക്കെ എഴുതി റിപ്പീറ്റ് ചെയ്ത് ലൈഫ് കളയുന്നതിന് പകരം ഇന്നിപ്പോ ഇന്ത്യയിൽ പഠിച്ചാലും വിദേശത്ത് പഠിച്ചാലും ഒക്കെ തുല്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ അപ്പൊ ഞാൻ അതാണ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. നിങ്ങളൊരു വിദേശ യൂണിവേഴ്സിറ്റി MBBSന് വേണ്ടി സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒന്ന് റെക്കഗ്നേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ MCAയുടെ അംഗീകാരമുണ്ടോ, അതുപോലെ തന്നെ വേൾഡ് അതുപോലെ തന്നെ MCAയുടെയും WHO അതുപോലെ റെക്കഗ്നേഷൻസ് എല്ലാം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. അവിടുത്തെ കരിക്കുലം ഇന്ത്യയിൽ ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ്, തിരിച്ചു വന്ന അവിടെ ഇന്ത്യയിൽ മാച്ച് ചെയ്യുന്ന പറ്റേ MCA മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്നതാണെന്ന് നിങ്ങൾ നോക്കണം. ഇതിന്റെ ഡ്യൂറേഷൻ ഇപ്പം കാരണം കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര നാള് ഇപ്പം ഫിലിപ്പീൻസ് ഒക്കെ പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വേസ്റ്റ് ആണ്. കാരണം അതിന്റെ ഡ്യൂറേഷൻ കുറവാണ്. അവർ 3 വർഷം അവർ പഠിച്ചു, അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പഠിക്കുന്നതുകൊണ്ട് അവർ ഡിഗ്രിയാണ് 3 വർഷം പഠിക്കും. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് വരുന്നതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ, അതുകൊണ്ട് നിങ്ങൾ കൺട്രിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഡ്യൂറേഷനും കാര്യങ്ങളും MCAയുടെ അംഗീകാരങ്ങളൊക്കെ ഉള്ളതാണെന്ന് നോക്കണം. ഫീസ് സ്ട്രക്ചറുകൾ നിങ്ങൾ നോക്കണം. ലാംഗ്വേജ് ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ പഠിപ്പിക്കുന്നത്, അത് ലോക്കൽ ലാംഗ്വേജിലാണോ നിങ്ങൾ തിരഞ്ഞെടുക്കണം. പിന്നെ ക്ലിനിക്കൽ റൊട്ടേഷൻസ്, അതുപോലെ തന്നെ അവർക്ക് കുട്ടികൾക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ അക്കോമഡേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഫുഡ് കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ അവിടെ പോയി അവർക്ക് വയറ്റുവേദന വരാതെ ഇന്ത്യൻ ഫുഡൊക്കെ അവർക്ക് ചെയ്യുന്നുണ്ടോ, അമ്മയുടെ ഭക്ഷണം കഴിച്ച ഒരു കുട്ടി അവിടെ ചെന്ന് പെട്ടെന്ന് അവർക്ക് ഇതാവുമ്പോൾ അവർക്ക് പ്രശ്നമാവും. പിന്നെ അതുപോലെ തന്നെ വിസ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ട, എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ FMG എക്സാം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് ഒരു എക്സാം ക്ലിയർ ചെയ്യണം. അത് പണ്ട് വിദേശത്ത് പഠിക്കുന്നവർക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എല്ലാവർക്കും ബാധകമാണ്. ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക് വിദേശത്ത് പഠിക്കുന്നവർ ഈ പരീക്ഷ പാസ്സായാൽ മാത്രമാണ് അവർക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. സ്കോളർഷിപ്പ് കിട്ടുമോ, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള
ഉള്ള യൂണിവേഴ്സിറ്റി ആണോ, അതോ ചുമ്മാ അവരുടെ ഒരു പെട്ടെന്നുള്ളൊരു യൂണിവേഴ്സിറ്റി ആണോ, അവർ കുട്ടികളുടെ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലത്തിന്റെ ക്ലൈമറ്റ് എങ്ങനെയാണ്, അവരുടെ ലൊക്കേഷൻ, യുദ്ധ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉക്രൈനൊക്കെ നിങ്ങൾ കണ്ടതാണ്, യുദ്ധ സാധ്യതയുള്ളതാണോ, അവിടുത്തെ പൊളിറ്റിക്കൽ സാധ്യതകൾ, അടുത്ത ഒരു സ്റ്റെബിലിറ്റി ഉള്ളതാണോ, അടുത്ത വർഷം കൊണ്ട് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ നിയമം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് കിടക്കെടുത്തുകൊണ്ട് തിരിച്ചോട് ഓടേണ്ട വരുമോ, അതുപോലെ തന്നെ സപ്പോർട്ടിങ് സർവീസുകളെല്ലാം കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ MBBS സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലും കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാണ്. നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് പേജ് ഇത് ഓൾറെഡി പറഞ്ഞല്ലേ. നെക്സ്റ്റ് പേജ്, അഡ്മിൻ am I audible? പിന്നെ സ്റ്റഡി അബ്രോഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അത് പറഞ്ഞു വന്നതിന്റെ കണ്ടിന്യൂറ്റിന്റെ ഇടയ്ക്ക് MBBS കയറി വന്നു, അതാണ് പറ്റിയത്. അപ്പം ഈ സ്റ്റഡി അബ്രോഡിന്റെ നമ്മൾ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു, ഡിമെറിറ്റ്സും കൂടെ നിൽക്കണം. ഒന്ന് ഹൈ കോസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒന്നും അഫോർഡബിൾ ആയിരിക്കില്ല. സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ ചേർക്കില്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നില്ല. പിന്നെ കുട്ടികളുടെ പ്രശ്നം ഹോം സിക്നെസ് ആണ് കേട്ടോ. ഈ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ടില്ല, അമ്മയുടെ ഭക്ഷണം കഴിച്ചു, പിന്നെ അല്ലെ കൾച്ചറൽ ഷോക്ക് വരാം പെട്ടെന്ന്. ഇവിടെ ഇപ്പൊ നമ്മുടെ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും കുട്ടികളും ഒക്കെ ഫ്രണ്ട്ലി ആണ്. ഇവിടെ ഉള്ളി ആൺകുട്ടികളെ മാത്രം ശീലിച്ചു വരുന്നവരും അല്ലെ പെൺകുട്ടികളെ മാത്രം ഫ്രണ്ട്ഷിപ്പായിട്ട് നടന്നു അവർക്ക് കൾച്ചറൽ ഷോക്കുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഹോം സിക്നെസ്, അവിടെ ചെന്നിട്ട് അമ്മയെ കാണണം, അച്ഛനെ കാണണം, ഫുഡ് ശരിയല്ല, അതുകൊണ്ട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലാംഗ്വേജ് വരെയുണ്ട്, ഇവിടുന്ന് IELTS ഇല്ല, അല്ല ഈ എക്സ്ക്യൂസ് നോക്കി പോകും. ഇപ്പൊ ബംഗാളി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നാ സേട്ടാന്നെങ്കിലും പറയാൻ മലയാളം പഠിച്ചില്ലെങ്കിൽ അവന്റെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാവും. ഈ നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്, പരമാവധി IELTS ഫേവർ ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏറ്റവും എളുപ്പം കിട്ടാനുള്ളത്, പക്ഷെ അവിടെ പോയി കിടന്ന് നരകിക്കും. കാരണം നമ്മൾ എവിടെ പോയാലും ആ നാട്ടിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ആ നാട്ടിൽ പഠിക്കാൻ പോകുന്നില്ല, ആ നാട്ടിലെ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കണം, ആ നാട്ടിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കണം, ക്ലൈമറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ എത്രമാത്രം ഷോർട്ട് കട്ട് അടിക്കുന്നോ അല്ലെങ്കിൽ എത്രമാത്രം ഇത് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്, ഫ്യൂച്ചറിൽ കരിയർ കിട്ടാനും അല്ലെങ്കിൽ ഇത് കിട്ടാനുള്ള ഇതുണ്ട്. പിന്നെ വിസ ആൻഡ് എമിഗ്രേഷൻ ചലഞ്ചസ്, വിസ സക്സസ് റേഷ്യോ എസ്പെഷ്യലി യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം വിസ സക്സസ് റേഷ്യോ കുറവാണ്. പിന്നെ സെപ്പറേഷൻ ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ തലവേദന ഉണ്ടാക്കിയേക്കാം. അങ്ങനെ കുറെ ഡീമെറിറ്റ്സുകളാണ് നിങ്ങൾ വിദേശത്ത് പഠിക്കുമ്പോൾ. ഞാൻ ആദ്യം ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ ഡീമെറിറ്റുകളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ഒരു പ്രോസസ്, നിങ്ങൾ വിദേശത്തോ അല്ലെ ഇന്ത്യയിലോ ഇന്ത്യയിൽ പക്ഷേ ഇവിടെ വേക്കൻസി നോക്കി ഇവിടെ ഈ പ്രോസസ് ഒന്നും ഇന്ത്യയിൽ നടക്കുന്നില്ല. ഒരു അഡ്മിഷന് ഏതെങ്കിലും ഒന്നെങ്കിൽ അവരുടെ ഒരു ഏകജാലകം മുഖേന അച്ഛനും അമ്മയും ഉദ്ദേശിക്കുന്ന വേക്കൻസി അനുസരിച്ച്, ഇപ്പോൾ എക്സാമ്പിൾ എ ഗ്രൂപ്പ് കിട്ടിയില്ലെങ്കിൽ ബി ഗ്രൂപ്പ്, ബി കിട്ടിയില്ല സി എന്നുള്ള രീതിയിൽ ഏകജാലകമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഒരു കുട്ടിയെ ചെയ്യേണ്ടത് എങ്ങനെയാണ്, കൗൺസിലിംഗ്. ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാഷൻ ആദ്യം പറഞ്ഞു, കുട്ടിയുടെ പാഷനെ ഐഡന്റിഫൈ ചെയ്യണം, കുട്ടിയുടെ ഫ്യൂച്ചർ ഗോൾസ്. എങ്ങനെയാണ് പാഷനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കൗൺസിലിംഗ് പാർട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ എക്സാമ്പിൾ എവിടെയെങ്കിലും 10 കുട്ടികളെ കളിക്കാൻ വിട്ടെന്ന് വിചാരിക്കുക. ഈ കളിക്കാൻ വിടുമ്പോൾ ആ കുട്ടി ആദ്യം തന്നെ പോയിട്ട് അവര് ഒരു ലീഡറിനെ പോലെ ആവുന്നു. ഇപ്പൊ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് ആണ് കളിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ ക്യാപ്റ്റൻ ആവാന്ന് പറയുന്നു, അല്ലെങ്കിൽ 10 പേരെ കൂട്ടുന്നു. അപ്പൊ ഇവൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആ ടൈപ്പിലുള്ള ജോബുകൾ അല്ലെങ്കിൽ ആ ടൈപ്പിലുള്ള കരിയർ വേണം ആ കുട്ടിക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അല്ല, ചില കുട്ടികൾ നല്ല കെയറിങ് ആയിരിക്കും, അച്ഛനമ്മ നന്നായിട്ട് കെയർ ചെയ്യും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യും, അല്ലെങ്കിൽ കൂട്ടുകാരോട് നല്ല കെയർ ചെയ്യും. അപ്പൊ കെയറിങ് ടൈപ്പ് ഉള്ള ജോബുകളൊക്കെ ആയിരിക്കും. ചിലരങ്ങനെയല്ല, ഭയങ്കര സൈലന്റ് ആയിരിക്കും, പക്ഷെ ദേ ആർ വെരി ക്രിയേറ്റീവ്. അവർക്ക് എന്ത് സ്ഥാനം കൊടുത്താലും അവരെന്ത് ചെയ്യും, വളരെ അതിനെ ഡബിളാക്കി ത്രിബിളാക്കി അതിനെ ചെയ്യും. അതിപ്പോ ക്രിയേറ്റീവ് ടൈപ്പ് ആവില്ല, കോഡിങ് ജോബ്, ഇത് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പം പിന്നെ കെയറിങ് അങ്ങനെയൊക്കെയാണ്. ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ കെയർ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഈ കെയറിങ് ടൈപ്പ് ഉള്ളതൊക്കെ ചെയ്യണം. കോഡിങ് അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഉള്ളവരെല്ലാം ഈ പിന്നെ അങ്ങനെയുള്ള ഇതിലേക്ക് നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാ പാഷനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ കൂട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു ഒന്നുമല്ല, യഥാർത്ഥ സാധനം അതാണെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ടാണ് കൗൺസിലിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കോഴ്സ് ആൻഡ് കൺട്രി സെലക്ഷൻ, കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി സാധ്യത ഉള്ളതാണോ. കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ക്ലൈമറ്റ് പ്രശ്നമുള്ള, ഇപ്പൊ തണുപ്പ് പ്രശ്നമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും തണുപ്പ് രാജ്യത്തേക്ക് നിങ്ങൾ വിടരുത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ രാജ്യത്ത് യുദ്ധസാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആണോ, പിന്നെ പഠിച്ചിറങ്ങുന്ന നിങ്ങൾ കോഴ്സുകൾക്ക് അവർക്ക് ഇത് ചെയ്യാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി ആണോ. പിന്നെ അതുപോലെ തന്നെ അവിടെ
ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടി ഇന്നർ വലിയ സിറ്റിയിലാണോ ഉള്ളത് അതോ പിന്നെ ഉള്ളിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വിടുമ്പോൾ പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അല്ലെങ്കിൽ അവിടെ അക്കോമഡേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്ന സ്ഥലമാണോ? അതോ എവിടെയെങ്കിലുമൊക്കെയാണ് പോവുക? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഇൻകം പ്രൂഫ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, പിന്നെ എൻട്രി റിക്വയർമെന്റ്സ് എവിടെ ഷോർട്ട് കട്ട് അടിച്ചാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. പിന്നെ ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ബ്രീഫ് പറയുന്നുണ്ട്. പിന്നെ സ്കോളർഷിപ്പ് എങ്ങനെ ഓപ്റ്റ് ചെയ്യാം? സ്കോളർഷിപ്പ് ഓപ്റ്റ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ ഓർക്കും സ്കോളർഷിപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? സ്കോളർഷിപ്പ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 കാര്യങ്ങൾ സായിപ്പ് നോക്കും. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് 3 ടൈപ്പ് യൂണിവേഴ്സിറ്റികൾ അല്ലെ കോളേജുകളുണ്ട്. ഒന്നെങ്കിൽ പ്രൈവറ്റ്, അല്ലെങ്കിൽ പബ്ലിക്, അല്ലെ പബ്ലിക് ഫണ്ടിങ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് വിശ്വസിക്കുന്നു. പ്രൈവറ്റ്, പബ്ലിക് ഫണ്ടിങ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പക്ഷെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും വേൾഡ് റാങ്കിങ് ഉള്ള ഈ റാങ്കിങ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? കുറെ കാര്യങ്ങൾ. നമ്മുടെ ഹോട്ടലുകൾക്ക് 3 സ്റ്റാർ, 5 സ്റ്റാർ, 7 സ്റ്റാർ എന്നൊക്കെ കൊടുക്കുന്ന പോലെ ഈ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ കോളേജുകൾക്കും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 കുറെ ക്രൈറ്റീരിയകൾ അവർക്കുണ്ട്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ കാണിക്കണം. പിന്നെ കുട്ടികളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് മീൻസ് അവരുടെ പിന്നെ എന്താ പറയുക, ക്ലിനിക്കൽ ലാബോറട്ടറിയുടെ ഇത്, അല്ലെങ്കിൽ അവരുടെ ലൈബ്രറി സിസ്റ്റംസ്. പിന്നെ അതുപോലെ തന്നെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള റേഷ്യോ 1000 പേർക്ക് ഒരു അധ്യാപകൻ എന്നുള്ളതല്ല, 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ റേഷ്യോ. പിന്നെ ഇവർ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നത് ലോകത്തിൽ ഏതൊക്കെ കമ്പനികൾ കിട്ടുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് വേൾഡ് റാങ്കിങ് ഇരിക്കുന്നത്. അത് വേൾഡ് റാങ്കിങ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീർച്ചയായിട്ടും അതിന്റെ ബേസിൽ ചെയ്തിട്ട് തന്നെയാണ് വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റികളാണെങ്കിലേ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ തിരിച്ചറിയാം. അപ്പം വിസ ആപ്ലിക്കേഷൻ, അഡ്മിഷൻ കൺഫർമേഷൻ, ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ, ട്രാവൽ അറേഞ്ച്മെന്റ്സ്, ഡിപ്പാർച്ചറുകൾ, എയർപോർട്ട് പിക്കപ്പ്, പിന്നെ പാർട്ട് ടൈം ജോബ് സെർച്ച്, അസിസ്റ്റൻസ്, ഇങ്ങനെ എല്ലാം തികയുമ്പോഴാണ് ഇതിനകത്ത് എവിടെ ഒരു പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം? എവിടെയെങ്കിലും സ്ട്രക്ക് ആവാം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഓരോ രാജ്യത്തിന്റെ ഏകദേശം എത്ര ഇൻകം വേണം എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരു ചാർട്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങൾ എടുക്കാം. ഇതിനകത്ത് ഞാൻ കോഴ്സും ഡ്യൂറേഷനും ഓരോ രാജ്യത്തെയും വ്യത്യാസമാണ്. ഞാൻ ഇതിന്റെ ഏകദേശമൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഓരോ രാജ്യത്തിന്റെയും കൺട്രിയുടെ ഇതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഏകദേശം എൻട്രി റിക്വയർമെന്റ്സ് എന്താണ്, അതുപോലെ തന്നെ ഏകദേശം അവിടുത്തെ ജീവിത ചെലവ്. സായിപ്പ് നോക്കുന്ന ഇതാണ്. ഒന്ന് ഫീസ്, രണ്ടാമത് അവിടുത്തെ ഒരു വർഷത്തേക്കുള്ള ജീവിത ചെലവ് എന്താണ്, പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ആ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ്. നല്ലവരാണെങ്കിൽ സ്റ്റേ ബാക്ക് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും? അവർ തന്നെ അവിടെ എടുക്കും, PR ലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് എടുക്കും, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എൻട്രി റിക്വയർമെന്റ്. ഇതൊക്കെ കുറച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ യൂറോപ്പാണ് പഠിക്കുന്നതെങ്കിൽ ഒരു 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപയിൽ ഇടയിലെ ഫീ വരുള്ളൂ. പക്ഷേ യൂറോപ്പിൽ തന്നെ 2 ടൈപ്പ് കൺട്രികളുണ്ട്, എ കൺട്രികളും ബി കൺട്രികളും. ബി കൺട്രികളിലാണ് ഞാൻ ഈ പറഞ്ഞ ഫീസ് കുറവുള്ളത്. പക്ഷേ എ കൺട്രികളെല്ലാം സെയിം 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഫീ ആണ് ഇയർലി ഫീസ് ആവറേജ് വരുന്നത്. നിങ്ങൾ ആരും ഫീസ് ഒന്നും കഴിഞ്ഞ് കേട്ട് ഞെട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫീസ് കൂടുതലാണെങ്കിലും അവിടെ ഓരോ കുട്ടികൾ 20 മണിക്കൂറും അല്ലെങ്കിൽ അതിന്റെ മേളിലോട്ട് പാർട്ട് ടൈം ചെയ്തിട്ട് തന്നെ അവരുടെ ലിവിങ് കോസ്റ്റും അവരുടെ കാര്യങ്ങളൊക്കെ അവർ മിക്കവരും തന്നെ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. നിങ്ങളിപ്പോൾ അമേരിക്ക, ന്യൂസിലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് നിങ്ങളുടെ കുട്ടികളെ വിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വർഷത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിലാണ് എന്ന് ചിന്തിക്കുക. നിങ്ങൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്താണെങ്കിൽ 15 ലക്ഷത്തിന്റെ മേലോട്ടാണ് അതിന്റെ ഫീസ് വരിക. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും അതിന്റെ എന്താ പറയുക, കോഴ്സിന്റെ ഡ്യൂറേഷനും വ്യത്യാസമുണ്ട്. 8 മന്ത് കോഴ്സുകളുണ്ട്, 1 ഇയർ കോഴ്സ് ഉണ്ട്, 1.5 വിത്ത് ഇന്റേൺഷിപ്പ് ഉണ്ട്, പിന്നെ 4 വർഷത്തിന്റെ കോഴ്സുകളുണ്ട് വിത്ത് ഓണേഴ്സ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളും ഉണ്ട്. അതൊരു 1 ലക്ഷത്തിലധികം കോഴ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പേജ്. ഇതിപ്പോ ഞാൻ ആദ്യം കാണിച്ചു തന്നെ ഇതിന്റെയാണ്. നെക്സ്റ്റ് പേജ്. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. കൗൺസിലിംഗ്, പാസ്പോർട്ട്, PCC, യൂണിവേഴ്സിറ്റി കൺട്രി സെലക്ഷൻ, OET അല്ലെ എൻട്രി റിക്വയർമെന്റ് ഫീലിംഗ്, കോഴ്സ് ഫൈൻഡിങ്, ഓഫർ ലെറ്റർ, SOP പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഡോക്യുമെന്റേഷൻ ചെയ്യണം. സ്കോളർഷിപ്പ് ഉണ്ടോ, ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഫ്രീ എഡ്യൂക്കേഷൻ ഇന്ന് കൊടുക്കുന്ന കുറെ രാജ്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഫ്രീ എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ് എന്താണ്, ഫ്രീ എഡ്യൂക്കേഷൻ എന്താണെന്ന് ഞാൻ ഡിഫറൻറ്റ് പറഞ്ഞുതരാം. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേടുന്നതാണ്. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് തോന്നണം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിക്ക് തോന്നുന്നത്? ഒന്ന് നിങ്ങളുടെ മാർക്കാണ്, പിന്നെ എൻട്രി റിക്വയർമെന്റ്സ് ആണ്, പിന്നെ മൂന്നാമത് SOP അല്ലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നിങ്ങളുടെ ഇന്റൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ മോന് 72% സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആ യൂണിവേഴ്സിറ്റി കൊടുത്തത്? നമ്മൾ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ ആരും യൂണിവേഴ്സിറ്റി ഒന്നും കൊടുക്കത്തില്ല. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കൊടുക്കത്തില്ല. കാരണം ലോകത്തിൽ എല്ലാവർക്കും മാർക്കുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിന്റെ പല യൂണിവേഴ്സിറ്റികൾ അല്ല കേരള സിലബസ് ഒന്നും അവർ വേൾഡ് വൈഡ് പലയിടത്തും അംഗീകരിക്കുന്നുമില്ല. അവർക്കൊന്നും ഇവിടെ അറിയാം, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ എല്ലാവർക്കും മാർക്കാണ്, എല്ലാവർക്കും A+ ആണ്, എല്ലാവർക്കും 90-ൽ 100-ൽ മാർക്കാണെന്ന് അറിയാം. അതുകൊണ്ട് അത് മാത്രമല്ല സ്കോളർഷിപ്പിന്റെ ഒരു മാനദണ്ഡം. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റൻഷൻ, ഈ സ്റ്റുഡന്റ് തന്നെ ഇന്റൻഷൻ, ആ കുട്ടിയിൽ അവിടെ പഠിക്കാനുള്ള SOPയുടെ ഒരു ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ
ാണ് ഇവർ എക്സ്ട്രാ ഇപ്പം എന്താണ് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ട്, അവന് എക്സ്ട്രാ ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പൊ ആ കോളേജ് നിർബന്ധമാകണം ഇവന് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും ലോകത്ത് നിന്ന് ഇത്രയും ആളുകൾ അപേക്ഷിക്കുമ്പോൾ ഈ കുട്ടിയെ മാത്രം എന്തുകൊണ്ട് സ്കോളർഷിപ്പ് കൊടുച്ചെടുക്കണം എന്ന് ചോദിച്ചാൽ അത് ആ കുട്ടി പ്രിപ്പയർ. പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടി ക്വാളിഫൈഡ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ഇതാണ് സ്കോളർഷിപ്പിന്റെ മാനദണ്ഡം. ഇനി രണ്ടാമതൊരു ടൈപ്പ് ഞാൻ പറഞ്ഞു, പബ്ലിക് ഫണ്ടിങ്. പബ്ലിക് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിൽ അവിടെ ചില കോഴ്സുകൾക്ക് മാത്രം, എല്ലാ കോഴ്സുകൾക്കൊന്നും അല്ല, ചില കോഴ്സുകൾക്ക് അവിടെ രാജ്യത്തിൽ റെയർ ജോബ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലേക്ക് അവർക്ക് ആ ഒരു മാൻ പവറിനെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് അതിനെ പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ചും വിദേശ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവിടെ ആ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ല എഡ്യൂക്കേഷൻ, ആ ഫണ്ടിങ് ആര് കൊടുക്കുന്നു, ആ രാജ്യത്തിന്റെ ഗവൺമെന്റ് ആ യൂണിവേഴ്സിറ്റിക്ക് ആ പേയ്മെന്റ്, നമ്മുടെ പൈസ അവിടെ അടയ്ക്കുന്നു. അതാണ് പബ്ലിക് ഫണ്ടിങ്. പബ്ലിക് ഫണ്ടിങ് കിട്ടുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ, ജർമ്മനി ഇന്ന് പബ്ലിക് ഫണ്ടിങ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഓസ്ട്രിയ കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സിംഗപ്പൂർ കൊടുക്കുന്നുണ്ട്, ഇറ്റലി കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറെ രാജ്യങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അമേരിക്ക നന്നായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഫീസ് കൂടുതലും യൂണിവേഴ്സിറ്റി റാങ്കിങ് ഉള്ളവരൊക്കെ നല്ല ആളുകളെ സ്കോളർഷിപ്പ് കൊടുത്ത് നന്നായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ വി ഷുഡ് ക്വാളിഫൈ ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്താണ്, പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ്, ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഫണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, പാർട്ട് ടൈം ജോബ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എമിഗ്രേഷൻ അസിസ്റ്റന്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത് നെക്സ്റ്റ് പേജിലേക്ക് പോട്ടെ. ഇത് ഇത്രയും സർവീസുകൾ നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും ഒരു കെയർ ഓഫ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പാർട്ണർ ബ്രാഞ്ചിന്റെ കെയർ ഓഫ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും സർവീസുകൾ നിങ്ങളുടെ പാർട്ണർ ബ്രാഞ്ചിൽ അവർ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യത്തിനും A to Z നിങ്ങൾ ആ ഒരു പാർട്ണറിന്റെ അടുത്ത് പോയാൽ മതി. അവിടെ നിങ്ങൾക്ക് എല്ലാ സേവനങ്ങളും ഈ പറഞ്ഞ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിന്റെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് അതിന് അവിടുന്ന് കിട്ടുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഓരോ പാർട്ട്നേഴ്സാണ് വെൽ ട്രെയിൻഡ് ആണ്. അവർ ഇവിടുന്നുള്ള ഡിസിഷൻ പ്രകാരം നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പാർട്ട്നേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇന്ന് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഏതെങ്കിലും കൺട്രിയിലേക്ക് തള്ളിവിടുവോ അല്ല ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ്ങിലൂടെ, പ്രോപ്പർ ആയിട്ട് ഇതിലൂടെ നിങ്ങൾക്ക് പറ്റിയ ആപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ്, ഇനിയിപ്പോൾ നിങ്ങളുടെ പല പേരൻസിന്റെ ആവശ്യമാണ് എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെ ലഭിക്കാം. ഞാനൊരു 10-12 വർഷം ICSലും SBIലും ഒക്കെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ വിദ്യാഭ്യാസമാണെങ്കിൽ അവർ ഈടില്ലാതെ 7 ലക്ഷം വരെ കൊടുക്കും. പക്ഷേ ബാങ്ക് മാനേജർക്ക് തലവേദനയാണ് ഇന്ത്യ വിദ്യാഭ്യാസം ലോൺ കൊടുക്കുന്നത്. കാരണം ഇവിടെ പഠിച്ചിറങ്ങി അവരുടെ NPA, നൺ പെർഫോമിംഗ് അസറ്റിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് കിടക്കുന്ന ഓരോ ബാങ്ക് മാനേജർമാർക്കും തലവേദനയായിട്ട് കിടക്കുന്ന ഇന്ത്യയിൽ വിദ്യാഭ്യാസ ലോൺ കൊടുത്താണ്. പ്രത്യേകിച്ചും ബാംഗ്ലൂരിലൊക്കെ പോകുന്ന ഓരോ കുട്ടികൾ, പാവങ്ങൾ, അവർ എടുത്തു പോയിട്ട് അവന് തൊഴിലും കിട്ടുന്നില്ല. തൊഴിൽ കിട്ടിയാൽ തന്നെ അവന് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഏറ്റവും കൂടുതൽ NPA ആയിട്ട് കിടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്തു പോയതാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ ലോൺ എടുത്തു പോകരുത്. വിദേശ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്തു പോക്കോ, ഒരു കുഴപ്പമില്ല. ഇന്ത്യൻ ലോൺ എടുത്ത് പോകരുതെന്നതിന് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾ മെറിറ്റിൽ തന്നെ പോകാവുള്ളൂ. ഇന്ത്യയിലെ വിദ്യാഭ്യാസമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മെറിറ്റിൽ 5 ചെലവാക്കാതെ തന്നെ നിങ്ങൾ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയുന്നു, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങിയാലും നിങ്ങൾക്ക് ആ തുക സമയത്ത് അടച്ചു കൊടുക്കാനുള്ള ശമ്പളമോ ജോലിയോ നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതകൾ ഇല്ല. അപ്പം ഏതൊക്കെ ബാങ്കുകൾ, എല്ലാ ബാങ്കുകളും, നിങ്ങളുടെ വീടിനടുത്തുള്ള എല്ലാ ബാങ്കും ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാങ്ക് മാനേജറിന്റെ അടുത്തേക്ക് നിങ്ങൾ ലോണിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് മാനേജർ എന്തൊക്കെയാണ് നിങ്ങളുടെ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് പേജ്. അവർ 2 കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ഒന്ന് സാക്ഷൻഡ് ഡോക്യുമെന്റും ഒന്ന് ലീഗൽ ഡോക്യുമെന്റും. നെക്സ്റ്റ് പേജ് തരാമോ ഡെൽറ്റ? അപ്പൊ നിങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ബാങ്ക് മാനേജർ നിങ്ങൾക്ക് ലോൺ തന്നില്ലെങ്കിൽ എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, നിങ്ങൾക്ക് ഒരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. കാരണം വിദേശത്താണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്താൽ മതി. വിദേശത്താണെങ്കിൽ ആ കുട്ടിക്ക് ഫസ്റ്റ് വേണ്ടത് പാസ്പോർട്ടാണ്. നെക്സ്റ്റ്, പ്രൂഫ് ഓഫ് റെസിഡൻസ്, ഇലക്ട്രിക് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കൊടുക്കണം. കോപ്പി ഓഫ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്, മനസ്സിലായി, അഡ്മിഷൻ ലെറ്റർ ഫ്രം യൂണിവേഴ്സിറ്റി. ഇതിനകത്ത് പ്രത്യേകമായിട്ട് അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങൾ ആ ബാങ്ക് മാനേജറിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മാനേജറായിട്ടിരുന്ന സമയത്ത് എന്റെയിലേക്ക് ബാങ്ക് തന്നിട്ടുണ്ട്. ആദ്യം നോക്കേണ്ടത് വേൾഡ് റാങ്കിങ് ആണോ. 3000 റാങ്കിന് ഉള്ളിലുള്ള യൂണിവേഴ്സിറ്റികളാണ് അവന് ഇഷ്ടം പോലെ ഇങ്ങോട്ട് എടുത്തത്. അവനറിയാം ഇവിടെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന കുട്ടികളെല്ലാം, ഒന്നാമത്തെ കാര്യം അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് നല്ല കുട്ടികൾക്ക് കിട്ടുള്ളൂ, വേൾഡ് റാങ്കിങ്. രണ്ടാമത് അവൻ പഠിച്ചിറങ്ങിയാൽ തന്നെ അവനെ പൊക്കിക്കൊണ്ടു പോകുന്നുള്ള കാര്യം അവനറിയാം. അതുകൊണ്ട് മാക്സിമം 3000 വേൾഡ് റാങ്കിങ്, US റാങ്കിങ് 3000-നുള്ളിലാണെങ്കിൽ കണ്ണുടച്ച് ബാങ്ക് മാനേജർ ചിലപ്പോൾ ഈടില്ലാതെ പോലും തന്നിരിക്കും.
നല്ല ഇപ്പൊ ഹാർഡ്വാർഡിലാണ് നിങ്ങളുടെ കുട്ടി പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി എന്താണ് കേംബ്രിഡ്ജിലാണ് പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇന്ന് തന്നെ അടിച്ചു നോക്കുക വാട്ട് ഈസ് ദ ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് എന്ന് അടിച്ചു നോക്കുക, അല്ലെ ടോപ്പ് 100 എന്ന് അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവിടേക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ബാങ്ക് മാനേജർ നിങ്ങൾക്ക് ഈട് പോലും ഇല്ലാതെ ആ ഒരു ഓഫർ ലെറ്റർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാനുള്ളതുണ്ട്. പിന്നെ നോക്കുന്നത് നിങ്ങളുടെ റീപേയിങ് കപ്പാസിറ്റിയാണ് ബാങ്ക് നോക്കുന്നത്. നിങ്ങളിപ്പം നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ ഒന്നും കിട്ടിയില്ല തന്നെ അവൻ നോക്കുന്ന അവൻ ഈ പൈസ തരുന്ന അവൻ എങ്ങനെ തിരിച്ചു കിട്ടുന്ന നിങ്ങളുടെ അസറ്റ് നോക്കിയിട്ടല്ല അവർ തരുന്നത്, അതിന് പകരം അവരുടെ റീപേയിങ് കപ്പാസിറ്റിയാണ്. അപ്പം നിങ്ങളുടെ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ലോൺ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ആ 10 ഏക്കർ സ്ഥലത്ത് നിന്ന് ഒരു റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈൽഡ് കിട്ടുന്നുണ്ടെങ്കിൽ, അവിടെ കുറെ സ്ഥലങ്ങൾ അല്ല നിങ്ങൾക്ക് കച്ചവടം ഉണ്ട്, അതിൽ കൂടെ നിങ്ങൾക്ക് ഇത് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാലറി ഉണ്ട്, അല്ലെങ്കിൽ ITR നിങ്ങൾ ഫയൽ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നോക്കുന്നതാണ് അവൻ സിബിൽ സ്കോർ നോക്കും. സിബിൽ സ്കോർ പ്രശ്നമുണ്ട്, നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഇതിനു മുമ്പ് എടുത്ത് എവിടെയെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഇതൊന്നും ഇല്ലെങ്കിൽ ബാങ്ക് മാനേജർ നോക്കും. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഈട് കൊടുക്കുമ്പോൾ ബാങ്ക് മാനേജർ നോക്കുന്നതാണ് വാല്യൂ, ടോട്ടൽ നിങ്ങൾ കൊടുക്കുന്ന 3 ടൈപ്പ് വാല്യുവേഷൻ ഉണ്ട്. ഒന്ന് മുഖവില, സർക്കാർ വില. എന്താണ് മുഖവില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ കച്ചവടം നടക്കുന്നതാണ്, ബാങ്ക് മാനേജർ നോക്കില്ല. ബാങ്ക് മാനേജർ നോക്കുന്ന ആ നാട്ടിലുള്ള ആവറേജ് വാല്യൂ എത്രയുണ്ട്. ആവറേജ് വാല്യൂവിന്റെ അപ് ടു 60% വരെ അവൻ ലോൺ തരുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം എക്സാമ്പിൾ 60 ലക്ഷം രൂപ വീട് ലോൺ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് 15 ലക്ഷം രൂപ ഉള്ള ഒരു 4 വർഷമുള്ള BSc നഴ്സിംഗ് ഓസ്ട്രേലിയയാണ് പഠിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ 15 × 4 60 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 1 കോടിയുടെ വാല്യുവേഷൻ ഉള്ള സ്ഥലം അയാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു സ്ഥലം മാത്രമല്ല, മൾട്ടിപ്പിൾ കൊടുത്താലും മതി. അപ്പം എന്തൊക്കെയാണ് സാക്ഷന്റെ ഡോക്യുമെന്റ്? ഞാൻ ആദ്യം പറഞ്ഞാണ് സാക്ഷന്റെ ഡോക്യുമെന്റ്, നിങ്ങളുടെ ഐഡന്റിറ്റി, പിന്നെ അതുപോലെ സിബിൽ സ്കോർ, പിന്നെ പ്രൂഫ് ഓഫ് റെസിഡൻസ്, പാസ്പോർട്ട്, പിന്നെ അക്കാഡമിക് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാക്ഷൻ ഡോക്യുമെന്റ് ആണ്. പക്ഷേ ഇനിയും വേണ്ടത് ലീഗൽ ഡോക്യുമെന്റ് ആണ്. എന്താണ് ലീഗൽ ഡോക്യുമെന്റ്? നിങ്ങളുടെ കൊളാട്രൽ നിങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, കുടിയെടുക്കാവകാശം, അതിനോടനുബന്ധിച്ചുള്ള അവർക്ക് ബാങ്കിലേക്ക് പ്ലെഡ്ജ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബാങ്കും വിത്ത് 7 to 12 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിൽ സാങ്ഷൻ ആക്കും. അപ് ടു 20-25 ലക്ഷം രൂപ വരെ ബാങ്ക് മാനേജർക്ക് തന്നെ ഇന്ന് പല ബാങ്കുകൾക്കും അവിടെ സാങ്ഷൻ ആക്കാനുള്ള പവർ ഉണ്ട്. അതിൽ കൂടുതലാണെങ്കിൽ മാത്രം അവരുടെ ഹെഡ് ഓഫീസിലോട്ട് പോകുള്ളൂ. നിങ്ങൾ കൊടുത്ത എല്ലാ ഡോക്യുമെന്റുകളും നിങ്ങളുടെ പക്കാണെങ്കിൽ വിത്തിൻ 7 ഡേയ്സിന് മുമ്പ് വരെ എല്ലാ ബാങ്കുകളും ലോൺ സാങ്ഷൻ ചെയ്യും. പക്ഷെ നമ്മൾ ലോൺ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിദേശത്ത് പോകുന്ന പല കുട്ടികളും ഒറ്റ വർഷത്തെ ലോൺ മാത്രമേ എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ഫണ്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ലോൺ എടുത്ത് പോകണം നല്ലതാണ്. കാരണം പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻകം പ്രൂഫ്, ഇപ്പൊ ഒരു വിസ കിട്ടാൻ വേണ്ടി 3 കാര്യങ്ങളാണ് സായിപ്പ് നോക്കുന്നത്, അല്ലെ എംബസി നോക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഇതുവരെയുള്ള ഫണ്ട് ഇവിടുന്ന് വന്നു, അതാണ് ഇൻകം പ്രൂഫ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പൈസ അവിടെ അടയ്ക്കാനുണ്ടെങ്കിൽ അവിടെ സോഴ്സ് ഓഫ് ഫണ്ട്, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള സോഴ്സ് ഉണ്ടോ. മൂന്നാമത് നോക്കുന്നത്, നിങ്ങൾ അവിടെ ഒരു വർഷത്തെ കുട്ടിയുടെ ജീവിത ചെലവ് നിങ്ങൾ സായിപ്പിന് ഒരു ബാധ്യതയാവരുത്. കാരണം എന്റെ മോൻ അവിടെ ചെന്ന സമയത്ത് ആ കൊറോണ പെട്ടെന്ന് വന്നു അവിടെ, കാരണം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ത്രൂ ആണ് ഇത് പോകുന്നത്. നമ്മളിതിപ്പം വിടുന്നതെല്ലാം നല്ല രാജ്യങ്ങളിലേക്ക്, ഞാൻ പറയുന്നത് കേട്ടോ, പിന്നെ നെഗറ്റീവ് രാജ്യങ്ങളിലേക്കല്ല, നല്ല രാജ്യങ്ങളിലേക്ക് വിടുകയാണെങ്കിൽ ഏകദേശം 35+ കൺട്രീസ് നല്ല രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലേക്കാണ് നിങ്ങൾ വിടുന്നതെങ്കിൽ പിന്നെ അവർ ഇന്ത്യൻ മിനിസ്ട്രിയും അതുപോലെ അവിടുത്തെ മിനിസ്ട്രിയും തമ്മിലുള്ള ഒരു കരാറിന്റെ വ്യവസായത്തിലാണ് കുട്ടികൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വിസ തരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ അച്ഛനും അമ്മയും നോക്കുന്ന പോലെ തന്നെ അവിടെ അവരെ നോക്കണം. എന്റെ മോനെ അവർ അതുപോലെ നോക്കി. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. കൊറോണ വന്ന സമയത്ത് അവന് 3.5 ലക്ഷം രൂപ ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ഫണ്ട് റേസ് ചെയ്തു. ലാപ്ടോപ്പ് അവന് യൂണിവേഴ്സിറ്റി കൊടുത്തു. പിന്നെ എല്ലാ ആഴ്ചയും അവനുള്ള റേഷൻ അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് കൊടുത്തു. എഡ്യൂക്കേഷൻ ഓൺലൈൻ ആക്കി അവനെ കെയർ ചെയ്തു. അപ്പം ഇതുപോലെയൊക്കെ നല്ല രാജ്യങ്ങളിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ളതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർ നോക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ എന്താണ് അവർ നോക്കുന്നത്? ഇതിനെല്ലാം അർഹയുള്ള ഒരാളെ ഇപ്പൊ അവർ അങ്ങോട്ട് കളത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിന്റെ ജീവിത ചെലവ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നെങ്കിൽ GIC എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് ഇൻകം സർട്ടിഫിക്കറ്റ്, അല്ലെ ബ്ലോക്ക് ഫണ്ട്, അല്ലെ ഷോമണി. ഷോമണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ കാണിക്കുന്നതിനെയാണ് ഷോമണി എന്ന് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചാൽ മതി. GIC എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് ഇൻകം സർട്ടിഫിക്കറ്റ്, അവന്റെ രാജ്യത്തിൽ അവന്റെ ബാങ്കിൽ അവന് ബ്ലോക്ക് ആയിട്ട് ചെയ്തിട്ടിട്ട് എല്ലാ മാസവും കുറച്ച് അവനെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കുറെ രാജ്യങ്ങളുണ്ട്. ജർമ്മനി എക്സാമ്പിൾ, കാനഡ എക്സാമ്പിൾ, അതൊക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. പിന്നെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ പിന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ ഒരു വർഷത്തെ ജീവിത ചെലവ് ബ്ലോക്ക് ആവണമെന്ന് നിർബന്ധമില്ല. ഷോ ചെയ്ത് ക്രെഡിബിലിറ്റിയാണ് ഒരു കൂടുതലും നോക്കുന്നത്. അവരൊരു ലാസ്റ്റ് ഇത്ര വർഷത്തിലേക്കുള്ള ട്രാൻസാക്ഷൻ, നിങ്ങളുടെ ഇൻകം പ്രൂഫുകൾ, പോകുന്ന സമയത്ത് ഇത്ര അക്കൗണ്ട് നിങ്ങളുടെ പൈസ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഫ്യൂച്ചറായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഏകദേശം എന്താണെന്ന് മനസ്സിലായി. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ലോൺ കിട്ടും, പക്ഷെ ഇതിന്റെ ബേസിസിലായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നെക്സ്റ്റ് പേജ് ഞാൻ ഏകദേശം പറഞ്ഞതാണ്. നമ്മൾ ഇച്ചിരി സ്പീഡപ്പായിട്ട് പോവാണ്. കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആയി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. നമ്മൾ
ഒരു എന്താ പറയുക, ഇന്ത്യയിൽ പഠിക്കണോ അതോ വിദേശത്ത് പഠിക്കണോ, ഇന്ത്യയിൽ പഠിച്ചാലുള്ള ഗുണം എന്താണ്, ഇന്ത്യയിൽ പഠിച്ചാലുള്ള അല്ലെങ്കിൽ മോശം എന്താണ്, വിദേശത്ത് കോഴ്സ് സെലക്ട് ചെയ്ത ഗുണം എന്താണ്, മോശം എന്താണ്. അതുപോലെ തന്നെ നമ്മളൊരു കുട്ടിയുടെ കോഴ്സ് അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാവോ, പിന്നെ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാവോ? ഹലോ ഡെൽറ്റ, ക്യാൻ ഐ ക്ലോസ് ദിസ് സ്ക്രീൻ? ക്യാൻ യു? എൻ്റെ ഇല്ല, അഡ്മിൻ പവർ ഇല്ല. ഓക്കെ, നോ വരീസ്, ലെറ്റ് us കണ്ടിന്യൂ, നോ പ്രോബ്ലം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടും, ഒരു കോഴ്സ് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ കുട്ടിയുടെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലോകത്തിൽ ഏതൊക്കെ കോഴ്സുകളാണ് പെട്ടെന്ന് ഇല്ലാതാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് സാധ്യതയുള്ളത്. ആം ഐ ഓഡിബിൾ? ഓക്കെ, എന്റെ വോയിസ് ക്ലിയർ ആണോ? ഹലോ, നെറ്റ്വർക്ക് ഇഷ്യൂ വല്ലതും ഉണ്ടോ? യെസ്, നല്ല കുറെ എനിക്ക് നല്ല ഇത് വന്നിട്ടുണ്ട്. മിസ്റ്റർ സുധീർ CP പറയുന്നു ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ബ്ലണ്ടർ ആണ്, സാറ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാം. ഞാൻ ഈ ചെയ്ത ഫ്രീ വെബിനാർ നിങ്ങൾക്ക് പ്രയോജനകരമായോ, ഇനിയും എന്തെങ്കിലും ഞാനത് കവർ ചെയ്യണോ, എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ കോമൺ ആയിട്ടായിരിക്കും സംസാരിക്കുക. ഞാനൊരു ഇന്റർനാഷണൽ ഇതായിരിക്കും, ഒരു പ്രത്യേക കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്ഥാപനത്തെയോ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ളതായിരിക്കില്ല. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന കുട്ടികളുടെ ആംഗിളിലും പേരൻസിന്റെ ആംഗിളിലും മാത്രമായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നേടിയ കുറച്ച് അറിവുകളും അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുകളും കുറെ നമ്മുടെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഇതിലായിട്ടാണ് ഞാനിത് ഈ പ്രസന്റേഷൻ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സർവീസുകൾ ഓപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഈ നമ്മുടെ പാർട്ട്നേഴ്സ് ഏകദേശം 182 പാർട്ട്നേഴ്സ് നമുക്ക് ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിലെ പ്രമുഖ കൺസൾട്ടൻസികളെല്ലാം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇൻഫോ പാർക്കുള്ള ഒരു IT കമ്പനിയാണ്. ഗ്രീൻ വേൾഡ് ഇന്റർനാഷണൽ ആണ് പേര്. ഇന്ന് UK, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ 4-5 രാജ്യങ്ങളിൽ സ്വന്തം ഓഫീസുള്ള ഇന്ന് ഒരു എന്റർപ്രന്യൂർ. ഞാനൊരു തൊഴിലാളിയായിരുന്നു, ആർമി ജോലി ചെയ്തു, അതിനുശേഷം ബാങ്കുകളിൽ ഏകദേശം ICICI ബാങ്കിൽ, SBIയിലൊക്കെ ജോലി ചെയ്ത് സീനിയർ, ഇതിനകത്ത് കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. മിസ്റ്റർ സുധീറൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്ത മാനേജർമാരാണ്. അപ്പൊ അവരൊക്കെ കണ്ടതാണ് ഞാൻ എന്തായിരുന്നു എന്നൊക്കെ. അതൊക്കെ എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് എന്റർപ്രണർഷിപ്പിലേക്ക് വരിക. ഇന്ന് 1000-ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്: കരിയർ ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി, എന്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ 10,000 അടുത്ത ഞങ്ങളുടെ 2K30 എന്നുള്ള മിഷനിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന 10,000 ജോബ് ഓപ്പർച്യൂണിറ്റി, എന്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് 1,00,000 ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ഗ്ലോബലിൽ സിറ്റുവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാം പഠിച്ചു വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസുകൾ, ഞങ്ങളുടെ സ്വന്തം ഓഫീസുകൾ തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിരിക്കും. ഈ രാജ്യങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് ഞാൻ ഈ ലെക്ചർ വെച്ച് ആരെങ്കിലും ഒക്കെ നമ്മുടെ കമ്പനികളിൽ അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇന്റർവ്യൂവിന് ഇടാവുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി ക്ലിയർ ചെയ്യാണ് ഈ ഒരു വെബിനാറിന്റെ. ഇതിനകത്ത് നേഹ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹാർഡ്വാർഡിൽ അഡ്മിഷൻ കിട്ടുക എന്ന്. ഹാർഡ്വാർഡിൽ അഡ്മിഷൻ കിട്ടുക പല ഡിപ്പെൻഡാണ്. കാരണം വേൾഡിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആളുകളെയാണ് അവർ അക്കാഡമിക്ക് മാത്രമല്ല നോക്കുന്നത്. അവർ നോക്കുന്ന കുറെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഒന്ന് അക്കാഡമിക്കിന്റെ ഇതാണ് റിസർച്ച്. നിങ്ങളിപ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ മോനെ 12ാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അവന് 12ാം ക്ലാസ്സിന്റെ ഡിഗ്രി മാത്രമായിരുന്നില്ല, അവൻ പാരലായിട്ട് 2-3 ഡിഗ്രി, റിസർച്ചുകൾ, പ്രൊജക്റ്റുകൾ, ഇങ്ങനെയൊക്കെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് അതിനകത്ത് പുട്ടപ്പ് ചെയ്യാൻ പറ്റണം. പ്ലസ് നിങ്ങളൊരു ബ്രില്യൻ്റ് ആയിരിക്കണം. കാരണം നിങ്ങൾ അവിടെ ചെല്ലുന്ന ഇപ്പൊ എക്സാമ്പിൾ അവിടെ 10,000 വേക്കൻസി ഉണ്ടെങ്കിൽ ഈ 10,000 വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രഗത്ഭന്മാരാണ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ലോകന്മാരെ ഇപ്പൊ നാളെ പോയിട്ട് ഹാർഡ്വാർഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ലോകത്തിലുള്ള പ്രഗത്ഭന്മാരോടാണ് നമ്മൾ കടപറിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എക്സാമ്പിൾ സ്പോർട്സിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ, ലോകത്തിലെ ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു മെഡൽ ഉണ്ടെങ്കിൽ, ഒരു ഒളിമ്പിക്സ് മെഡൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. നിങ്ങളിപ്പോൾ ഒരു റിസർച്ച് സയൻസ് ഓറിയന്റഡ് ആണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്ത് എക്സലൻസി നിങ്ങൾക്ക് കാണിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന SOPയിൽ അവർക്ക് ഫീൽ വരണം. SOP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. അപ്പൊ നമ്മൾ കുട്ടികൾ തന്നെ അവരിലേക്ക് നമ്മൾ പർപ്പസ് എന്താണ്, നമ്മളവിടെ പഠിക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മളത് പ്രൂവ് ചെയ്യുകയും, ആ പ്രൂവ് ചെയ്യുന്നത് അവിടെ അവർക്ക് സാറ്റിസ്ഫൈ ആവുകയും
സെയിം ടൈമിൽ അവിടെ വേക്കൻസി ഉണ്ടാകുമ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഇവിടെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, IIM കാലിക്കറ്റ് നല്ലതാണോ എന്ന്. IIM എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ്. ഇന്ത്യയിലാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ IIM-ൽ കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ അവിടുന്ന് നമ്മൾ പഠിക്കുന്ന മാനേജറിയൽ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടുന്ന സാലറി എന്താണ്? IIM-ലോ IIT-ലോ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിച്ചിറങ്ങിയ ഒരു MBA പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് കരിയർ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്ക് ഇന്ത്യയിലെ പിന്നെ ഇതിനകത്തൊരു ചോദ്യമുണ്ട്, പോളണ്ടിൽ നേഴ്സിംഗ് സ്കോപ്പ് ഉണ്ടോ? നേഴ്സിംഗ് എന്ന് പറയുന്ന ജോബ് ഇന്ന് ലോകം മുഴുവൻ സ്കോപ്പ് ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും സ്കോപ്പുള്ള ഒരു ഇതാണ് നേഴ്സിംഗ്. കാരണം ഈ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ജോബുകളും ഇന്ന് ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റുഡന്റ് നേരിട്ട് ആ യൂണിവേഴ്സിറ്റിയെ എൻ്റെ ഇന്റൻഷൻ ഇതാണ്, ഞാൻ ഇവിടെ വന്നാൽ പഠിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഈ സ്കൂളിൽ എനിക്ക് സ്കോളർഷിപ്പ് ഇത്ര തരണം, അല്ലെങ്കിൽ എൻ്റെ ഇന്റൻഷൻ ഞാൻ അവിടെ നിൽക്കാനാണോ, അത് തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഫാദറിനെ ഇപ്പൊ സ്റ്റഡി, പ്രത്യേകിച്ചും ഗ്ലോബൽ എഡ്യൂക്കേഷനിലെ ആളുകൾ സായിപ്പ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചിട്ട് നമ്മുടെ റവന്യൂ അങ്ങോട്ട് കിട്ടണം, അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരണമെന്നാണ് സായിപ്പ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതിനകത്ത് കൊള്ളാവുന്ന കുറച്ച് പേരെ മാത്രം അവൻ അവിടെ നിർത്തും. അപ്പം സായിപ്പിന്റെ SOP-ക്ക് അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിസ സക്സസ് റേഷ്യോ കുറയും. കാരണം എന്താ, നമ്മൾ എങ്ങനെയും അവിടെ അടിച്ചു നിൽക്കുമെന്ന് അവർക്കറിയാം. അതുപോലെ പല കാര്യങ്ങളുണ്ട്. SOP ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം SOP പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ഇന്റൻഷൻ വേറെ ആണെങ്കിൽ തന്നെ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ എനിക്ക് ഫാദറിന് ഇന്ന ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു കമ്പനിയിൽ എനിക്ക് കയറുകയാണ് ആഗ്രഹം എന്നൊക്കെ ആയിരിക്കണം SOP. അതിനെക്കുറിച്ച് കുറെ അതായത് SOP എന്താണെന്ന് തന്നെ നമുക്കൊരു സബ്ജക്ട് പിന്നീട് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പോളണ്ടിൽ നേഴ്സിംഗ് സ്കോപ്പ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നേഴ്സിംഗ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പിന്നെ നിങ്ങൾ നേഴ്സിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ആ രാജ്യത്തിന്റെ രജിസ്ട്രേഷൻ, ഇപ്പൊ RN രജിസ്ട്രേഡ് നേഴ്സ് ആവാൻ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ അതുപോലെ തന്നെ ആ രാജ്യത്ത് പഠിച്ചിട്ട് അടുത്ത രാജ്യത്തേക്ക് അതിന് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി തരുന്ന കോഴ്സ് മറ്റുള്ള രാജ്യത്തിന് അംഗീകാരമുണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ പോളണ്ട് ആണെങ്കിൽ NHS-ലേക്ക് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി ആണോ ആ പോളണ്ടിലെ ആ ഒരു യൂണിവേഴ്സിറ്റി? അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ. നെക്സ്റ്റ്, സർ UK പോകാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഇപ്പോൾ ഉണ്ടോ? ന്യൂ റൂൾസ് വരണ്ടേ, അപ്പോൾ ഇനി പോകുന്ന സ്റ്റുഡൻസിന് റിസ്ക് ആണോ എന്ന് പറയുന്നു. അതായത് അങ്ങനെയൊന്നുമില്ല, നിലവിൽ ഒരു റിസ്കും ഇല്ല. പിന്നെ ഞാൻ പറയുന്നു, ഇപ്പം ലോകത്തിലെ എല്ലാ രാജ്യത്തും അവരുടേതായ റിസ്ക് ഉണ്ട്. റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ നോക്കൂ, നമ്മുടെ കേരളത്തിലേക്ക് തന്നെ ബംഗാളികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണല്ലോ. ഏറ്റവും ആദ്യം ഏത് രാജ്യവും അവർ നോക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുന്ന അവിടുത്തെ സിറ്റിസൺ ആണ്. അവർക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു കാര്യം, അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ലോകത്ത് നിന്ന് ആളുകൾ അവരെടുക്കുന്നത്, അല്ലെ തൊഴിലാളികളെ അവരെടുക്കുന്നത്. ഇപ്പൊ അറബികൾ എന്തുകൊണ്ടാണ് അവർ സിറ്റിസൺഷിപ്പോ അവരത് കൊടുക്കാതെ? അവിടെ ഉള്ളവർക്കാണ് പ്രയോറിറ്റി. ഇപ്പൊ എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു വരേണ്ടി വരുന്നത് പല ആളുകൾക്കും? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സായിപ്പിന്റെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവൻ അവിടെ കുറയ്ക്കുകയാണ് ആളെ. എന്ന് പറഞ്ഞാൽ കാനഡ കഴിഞ്ഞ വർഷം, ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, കാനഡ കഴിഞ്ഞ വർഷം 8 ലക്ഷം വിദേശ വിദ്യാർത്ഥികളെ എടുത്തു. പക്ഷെ ഈ വർഷം അവർ 3 ലക്ഷത്തി സംതിങ് ആയിട്ട് കുറച്ചു. അതിനർത്ഥം അവിടെയുള്ള ആളുകൾ, ഈ കുട്ടികളെല്ലാം അവിടെ പോയിട്ട് അവർക്ക് അക്കോമഡേഷൻ ഇല്ല, അവർക്ക് പാർട്ട് ടൈം കിട്ടുന്നില്ല, ലാസ്റ്റ് ആ ഗവൺമെന്റിന് ബാധ്യതയാവുന്നു. പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോൾ അവരവിടെ ഫുഡ് ബാങ്കിലൊക്കെ പോയി ക്യൂ നിൽക്കുന്നു. പക്ഷെ കിട്ടുന്ന ആളുകൾക്ക്, നമുക്ക് ഞാൻ പറയുന്നല്ലോ, ഇനി എല്ലാ രാജ്യങ്ങളും ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ക്യാപ്പ് കൊണ്ടുവരുവാണ്. ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും അവര്, അതായത് ഫെഡറൽ ലെവലിൽ ഒരു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കൺട്രി ലെവലിൽ അവർ ഇത്ര തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൊവിൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ എന്താ പറയാ, നമ്മുടെ സംസ്ഥാന ലെവലിൽ അവർ ഇത്ര പേരെ കൊണ്ടുള്ളൂ എന്ന് പറയും. പിന്നെ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് പോലെയുള്ള ഇതിൽ അവിടെ എല്ലായിടത്തുനിന്നും അപ്രൂവൽ കിട്ടി. കാരണം കുട്ടികൾ അങ്ങോട്ട് ചെന്നുപെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ലൈഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊടുക്കാനാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫിൽട്ടറൈസേഷൻ കൂടുതലാണ്. UK-യുടെ നിയമങ്ങൾ നിലവിൽ മാറിയിട്ടില്ല. 2020 വരെ അവർ സ്ട്രിക്റ്റ് ആയിരുന്നു. UK പിന്നെ എന്താണ് സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവര് ഫാമിലിയെ കൊണ്ടുപോകരുതെന്നുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ഡോക്ടറിയൽ പ്രോഗ്രാംസും റിസർച്ച് പ്രോഗ്രാംസും മാത്രമാണ്. സ്ട്രിക്റ്റ് ചെയ്യും. ഇനിയിപ്പം ഓരോ രാജ്യങ്ങളും അങ്ങോട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൂട്ടുക തന്നെയുള്ളൂ. ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ വർഷം ചെല്ലുന്നവർ ഇത് കൂടുക തന്നെ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. എന്ന് വിചാരിച്ച് അർഹരായവർക്ക്, നിങ്ങളുടെ ഫയൽ നല്ലതാണെങ്കിൽ, നിങ്ങളുടെ എൻട്രി റിക്വയർമെന്റ് നല്ലതാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഫയലിംഗ് കറക്റ്റ് ആണെങ്കിൽ എല്ലാ രാജ്യത്തും ഇന്നും ഓപ്ഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പല ലോകരാജ്യത്തിന്റെയും മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ബിസിനസ് ആണ്. അവരെന്തുകൊണ്ടാണ് നമ്മുടെ ഒരു നല്ല റവന്യൂ അവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ആ രാജ്യത്ത് അവിടെയുള്ള ചെറിയ ചെറിയ തൊഴിലുകൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, നല്ല ആളുകളെ എടുക്കുന്നു. അതുകൊണ്ട് ആരും അത്ര പെട്ടെന്നൊന്നും സ്റ്റോപ്പ് ചെയ്യില്ല.
പക്ഷേ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏത് രാജ്യമാണോ എടുക്കുന്നത് എന്നുള്ളതല്ല, ആ രാജ്യം എടുക്കുമ്പോൾ ആ രാജ്യത്തോടുള്ള എൻട്രി റിക്വയർമെന്റ്സ് നമ്മൾ ഫുൾഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലവും ഒരിടത്തും വരത്തില്ല. നെക്സ്റ്റ് എന്താണ്? PG സൈക്കോളജി ചെയ്യാൻ നല്ല കൺട്രി ഏതാണ്? സൈക്കോളജി ചെയ്യാൻ മിക്ക നല്ല യൂണിവേഴ്സിറ്റികളും PG സൈക്കോളജി കൊടുക്കുന്നുണ്ട്. നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഇതാണ്. കൺട്രി സെലക്ഷൻ ആണ് ഇവിടെ സാർ ഉദ്ദേശിച്ചത്. കോഴ്സ് മിക്ക രാജ്യങ്ങളിലും നല്ല യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്ക് ഉള്ളതെല്ലാം സൈക്കോളജി കൊടുക്കുന്നുണ്ട്. കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പേരൻസ് ഇൻകം ആണ്. നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ അമേരിക്ക ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ 20 ലക്ഷത്തിൽ കൂടുതൽ ഇയർലി ഫീസ് നിങ്ങളുടെ കൊടുക്കാനുണ്ടെങ്കിൽ അമേരിക്ക സെലക്ട് ചെയ്തോ. നിങ്ങൾക്ക് 15 ലക്ഷത്തിന് മേളിൽ ചെയ്യേണ്ട ഓസ്ട്രേലിയ സെലക്ട് ചെയ്തോ. കാരണം വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റികൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ രാജ്യങ്ങളിലൊക്കെയാണ്. പിന്നെ ക്ലൈമറ്റേഷൻ നല്ലതാണ്, നല്ല പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൂ. പക്ഷെ ഫണ്ട് അവിടെ നിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ അല്ല, നിങ്ങളുടെ ഫണ്ട് 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും നിങ്ങൾക്ക് ഉള്ളുവെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, പ്ലീസ് മ്യൂട്ട് അഡ്മിൻ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു രാജ്യം നോക്കി നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ചാണ്. സൈക്കോളജിക്ക് ഇന്ന് പല രാജ്യങ്ങളും നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇമ്പോർട്ടന്റ്. രാജ്യം നോക്കി നിങ്ങളുടെ ഫണ്ട് പാർട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ജർമ്മൻ നേഴ്സിംഗ് വാലിഡ് ഇൻ എവറി കൺട്രീസ്? ഈ ജർമ്മനിയിൽ തന്നെ നേഴ്സിംഗ് പല ടൈപ്പ് ഉണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പോകുന്ന ഒരു ടൈപ്പ് ഉണ്ട്, ഹൗസ് ബുൾഡോങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെക്കേഷണറി ഹയർ സെക്കൻഡറി 3 വർഷം പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണത്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അവിടെ ഇല്ലാത്തതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നവർക്കുള്ള ഒരു 3 വർഷത്തെ ഒരു ഡിഗ്രിയാണ് ഈ ഹൗസ് ബുൾഡോങ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ വലിയൊരു ട്രെൻഡാണ്. അപ്പം ആ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സീനിയർ കെയർ, 1 മാൻ ഇതായിട്ടുള്ള കാര്യങ്ങൾ. ഒറിജിനൽ നേഴ്സിംഗ് അല്ല. ഒറിജിനൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് BSc നേഴ്സിംഗ് ആണ്. അത് 4 വർഷമാണ് ഉള്ളത്. പിന്നെ പല ടൈപ്പ്, ഈ നേഴ്സിംഗിൽ തന്നെ പല ടൈപ്പാണ്. നിങ്ങളിപ്പം ഞങ്ങളുടെ പാർട്ണർ ബ്രാഞ്ച് ആളുകളെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നേഴ്സിംഗിൽ തന്നെ പല ടൈപ്പ് അവർ പറഞ്ഞു തരും. അപ്പൊ നേഴ്സിംഗ് ഹൗസ് ബുൾഡോങ് അല്ലെങ്കിൽ ഡിപ്ലോമകളാണെങ്കിൽ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ്. ജർമ്മനി ഈസ് എ ഗുഡ് കൺട്രി ഇപ്പൊ നിലവിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മന് അവിടുത്തെ വേറെ ഒരു ബാരിയർ എന്താണെന്ന് ചോദിച്ചാൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. കാരണം ജർമ്മൻ ഇങ്ങനെയുള്ള ആളുകളാണ്, അവർ ഭയങ്കര അഭിമാനികളാണ്. ലോക്കൽ ലാംഗ്വേജ്, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു IT ആണ് നിങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് ആവശ്യമില്ല. ഇംഗ്ലീഷ് ഈസ് മീഡിയം ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടന്റ്. പക്ഷേ ലോക്കൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്തുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നേഴ്സിംഗ് ആണ് അല്ലെങ്കിൽ സെയിൽസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ് ആണെങ്കിൽ ജർമ്മൻ മസ്റ്റ് ആണെന്നുള്ളതാണ്. ജർമ്മൻ നേഴ്സിംഗ് വാലിഡ് എവിടെ കൺട്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിലും പഠിക്കുന്ന, ഇപ്പൊ നമ്മൾ ജർമ്മനി പോയി BSc നേഴ്സിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിൽ വാലിഡ് ഉണ്ട്. പക്ഷേ വേറൊരു രാജ്യത്തിലേക്ക് എൻട്രി ആവണമെങ്കിൽ ആ രാജ്യത്തിന്റെ എൻട്രി റിക്വയർമെന്റ് ഫിൽഫിൽ ചെയ്യണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ BSc നേഴ്സിംഗ് കഴിഞ്ഞാൽ UK RH എന്ന് പറഞ്ഞാൽ പിന്നെ NHS നമ്മൾ ചേക്കേറണമെങ്കിൽ അല്ല ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ പല രാജ്യത്തിന്റെയും രജിസ്റ്റേർഡ് നേഴ്സിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ രാജ്യത്തിന്റെ എൻട്രി റിക്വയർമെന്റ്സ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അവർ നിഷ്കർഷിക്കുന്ന ടെസ്റ്റുകൾ നമ്മൾ ഫുൾഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ആണ്. ജർമ്മനിയുടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കോഴ്സുകൾ വാലിഡ് അല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. പക്ഷേ BSc നേഴ്സിംഗ് പോലെയുള്ള വലിയ നഴ്സിംഗ് കോഴ്സുകൾ പല രാജ്യങ്ങളും ഉണ്ട്. പക്ഷേ ജർമ്മനി എന്ന് പറയുന്ന നല്ല കൺട്രിയാണ്. 27 രാജ്യങ്ങൾ ഷെങ്കൻ കൺട്രികളിൽ എല്ലാം വാലിഡ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ജർമ്മനിയിൽ ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ അമേരിക്കയ്ക്ക് പോകണം അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകണം എന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ അവിടുത്തെ എൻട്രി റിക്വയർമെന്റ്സും കൂടെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ ഐ ഗെറ്റ് എ റോഡ് മാപ്പ് ടു ഇന്റഗ്രേറ്റ് MBA ടു ബെസ്റ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റി? ഇന്റഗ്രേറ്റഡ് MBA ഫോറിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, MBA ഇന്ന് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും നല്ല യൂണിവേഴ്സിറ്റികളെല്ലാം MBA കൊടുക്കുന്നുണ്ട്. ഈ MBAക്കകത്ത് തന്നെ പല ടൈപ്പ് MBA ഉണ്ട്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ സെയിൽസിനുണ്ട്, മാർക്കറ്റിംഗിലുണ്ട്, ഇന്റർനാഷണൽ ബിസിനസ്സിനുണ്ട്. ഇപ്പൊ MBA എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകത പറയുന്ന പോലെ വിദേശത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ MBAയിൽ തന്നെ സ്പെഷ്യലൈസേഷൻ നമ്പർ ഓഫ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റഗ്രേറ്റഡ് MBA എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നു. രണ്ടാമത് നിങ്ങൾ ഇപ്പൊ നിലവിലൂടെ പഠിച്ചിട്ടുള്ള BBAക്കകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് അതിനകത്ത് കവർ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതുള്ളത്. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ വേൾഡ് റാങ്കിങ് നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോലി കൺട്രി നോക്കി സെലക്ട് ചെയ്യുക. നിങ്ങൾ പാർട്ട് ടൈമിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയെക്കാളും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ആ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം. നിങ്ങളിപ്പോൾ പാർട്ട് ടൈം, ഇപ്പോൾ എക്സാമ്പിൾ മറിയം കുട്ടിക്കാനത്ത് എഡ്യൂക്കേഷൻ കുഴപ്പമില്ല, പക്ഷെ അവിടെ പാർട്ട് ടൈം നിങ്ങൾക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ ആ സ്ഥാനത്ത് എറണാകുളത്താണെങ്കിൽ പാർട്ട് ടൈം കൂടുതലുണ്ട് എന്ന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഡൽഹിയിലാണ് നിങ്ങൾ ലണ്ടനിലാണ് പോകുന്നതെങ്കിൽ ഇന്റർ ലണ്ടനിൽ
നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും, പക്ഷേ യൂണിവേഴ്സിറ്റി റാങ്ക്, പക്ഷേ അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായിരിക്കും, പക്ഷേ ഔട്ടർ ലണ്ടനിൽ അത്ര ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മളൊരു കൺട്രിയും കോളേജും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് ആണ്, നിങ്ങളൊരു നല്ല ഫാമിലി, സാമ്പത്തികവും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ നാട്ടിൽ നല്ലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, പഠിക്കാൻ മാത്രമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വേൾഡ് റാങ്ക് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് തിരിച്ചു വന്ന് നാട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പിന്നെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ സ്റ്റഡിക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റഡിയുടെ തന്നെ നോക്കുക. അല്ല നിങ്ങൾക്കൊരു PR അല്ലെങ്കിൽ അവിടെ പോയി ഒരു ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും കൂടെ പല മാനദണ്ഡങ്ങളോട് നോക്കണമെന്നാണ് എനിക്കൊരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. നെക്സ്റ്റ്, നിങ്ങളുടെ ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് എന്ത് ഡൗട്ടുകളും ഞങ്ങളുടെ പാർട്ണർ ബ്രാഞ്ചുകളുമായിട്ട് നിങ്ങൾ നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് അവിടെ ലഭിക്കുന്നതാണ്. പിന്നെ ഗിരീഷ് സാർ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ വേ ഗെറ്റ് എ PhD പ്രോഗ്രാം ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ഫോർ ഡോക്ടറൽ പ്രോഗ്രാം ഓൾസോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, PhD പ്രോഗ്രാം അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പോലെയല്ല വിദേശത്ത് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമുക്ക് ശരിയാണ് ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അവർ പ്രോഗ്രാം നടത്തുന്നുണ്ട്, പക്ഷേ ഈ പ്രോഗ്രാം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യേണ്ട വിദേശത്ത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരാളുടെ കീഴിലാണ് നിങ്ങൾ അവിടെ റിസർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു റിസർച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഫസർ നിങ്ങൾക്ക് അത് അംഗീകരിച്ചാൽ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചോദിക്കുന്നതുകൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങൾക്ക് തരണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം, അതുകൊണ്ട് തന്നെ നേരിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഡോക്ടറെ ഒരു പ്രൊഫസറെ നിങ്ങൾ കൺവിൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ആ പ്രൊഫസർ നിങ്ങളെ ഇവിടുന്ന് ഒരു PhD പ്രോഗ്രാമിന് കൺവിൻസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഒരു PhD പ്രോഗ്രാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് കിട്ടാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഞാനൊരു പറയുന്ന ഒരു റോഡ് മാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 1 ഇയർ കോഴ്സോ 6 മന്ത് കോഴ്സോ എടുത്ത് ഏതെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയാണോ നിങ്ങൾ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു ചെറിയ കോഴ്സ് എടുത്ത് പോവുക. അവിടെ പോയതിനു ശേഷം അവിടെ ഒരു പ്രൊഫസറെ നിങ്ങൾ കൺവിൻസ് ചെയ്ത് അവരുടെ അണ്ടറിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഇവിടുന്ന് നേരിട്ട് ഒരു ഇന്റർനാഷണൽ PhD അല്ലെങ്കിൽ ഇത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ഒരു പ്രൊഫസറുമായിട്ട് നേരിട്ട് ചെയ്തിട്ട് അവരുടെ അണ്ടറിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ ദാറ്റ് ഈസ് ലക്ക്. അങ്ങനെ ചെയ്യുന്ന കുട്ടികളും ഉണ്ടെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എനിക്ക് താങ്ക്സ് തരാം. ഇനിയും അടുത്ത ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കൂടുതൽ ചെറിയ സബ്ജക്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കാം. പിന്നെ എൻ്റെ നമ്പർ ഇവിടെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ വിളിച്ചാൽ അധികം കിട്ടില്ലാവില്ല. എൻ്റെ പാർട്ണർ ബ്രാഞ്ചുകളുമായിട്ടും അവരുമായിട്ടും മാത്രം നിങ്ങൾ മീറ്റ് ചെയ്യുക. അവിടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേയധികം കൗൺസിലേഴ്സും അതുപോലെ തന്നെ പാർട്ട്നേഴ്സും നമുക്കുണ്ട്. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരെ നിങ്ങൾ സമീപിക്കുക. നിങ്ങൾക്ക് നല്ല അഡ്വൈസും നല്ല ഇതും നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ ബി ദ ഫ്യൂച്ചർ വേൾഡ് ടു ബി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫാമിലി സെറ്റ് ചെയ്യാൻ, അതുപോലെ കുട്ടികളാണെങ്കിലും ശരി, നിങ്ങളുടെ ഒരു കുടുംബത്തെയും നിങ്ങളുടെ നാടിനെയും നിങ്ങളുടെ സമൂഹത്തെയും നിങ്ങൾക്കൊരു വളർച്ചയുള്ള നല്ലൊരു പൗരനായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾക്ക് സെൽഫായിട്ടും നിങ്ങളുടെ സ്വന്തമായിട്ടും നിങ്ങളുടെ ഫാമിലിയും അതുപോലെ നിങ്ങളുടെ നാടിനെയും ഒക്കെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ സിറ്റിസൺ ആയി മാറട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്നത്തെ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്നെ ഫോളോ ചെയ്യാം. ഞങ്ങളുടെ കുറേ കമ്പനികളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ മീഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആദ്യമായിട്ട് ലോകത്തിൽ പോസിറ്റീവ് ന്യൂസുകൾ മാത്രമായിട്ട് ഒരു മീഡിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് നെഗറ്റീവ് ന്യൂസുകളും ഇപ്പൊ ഈയിടെ കണ്ടു ഒരു പുതിയ ഏതൊരു സിനിമ കണ്ടിട്ട് അതുപോലെയൊക്കെ ക്രൈമൊക്കെ ചെയ്യുന്ന ആളുകളെ കുട്ടികളൊക്കെ വാർത്തെടുക്കുന്ന ഒരു ലോകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് മീഡിയ ഗ്രീൻ വേൾഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ലോകത്തിലുള്ള ഗ്ലോബൽ വാർത്തകളും പോസിറ്റീവ് ന്യൂസുകൾക്കും ഓപ്പർച്യൂണിറ്റീസും എന്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റിയും കരിയർ ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ട് നിങ്ങൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക. മീഡിയ ഗ്രീൻ വേൾഡ് എല്ലാ ദിവസവും നല്ല നല്ല വാർത്തകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടാൻ സാധിക്കും. അതുപോലെ നന്മയുള്ള ഒരു ലോകത്തെ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ നല്ലൊരു ഇത് ചെയ്യാൻ നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. താങ്ക് യു വെരി മച്ച്. വിച്ച് സ്കിൽ ഡിഗ്രി എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്, അതിന്റെ കൂടെ ഉത്തരം പറയാം. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഡിഗ്രി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഉള്ള ഒരു ബേസ് മാത്രമാണ്. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന 12ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടാൻ മാത്രമേ ഉപകരിക്കൂ. 12ാം ക്ലാസ് പഠിച്ചത് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ മാത്രമേ ഉപകരിക്കൂ. ഡിഗ്രി പഠിക്കുന്ന PG അല്ല ഇത് ചെയ്യാൻ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ ഇതിനോടൊപ്പം എന്താണെങ്കിലും അതിൽ എക്സ്ട്രാ സ്കില്ലും കൂടെ നമ്മൾ ഏൺ ചെയ്യണം. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ സ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കണം. അത് കണക്ട് ചെയ്ത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ
പാഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കിൽ നിങ്ങൾ കണ്ടെടുത്തുക. ആ സ്കില്ല് നിങ്ങൾ എക്സലൻസ് ചെയ്യുക, ലോകത്തിൽ വിജയിക്കും. സച്ചിൻ ടെണ്ടുൽക്കറും റൊണാൾഡോയും കൊച്ചോസോ ചിറ്റ്ലപ്പള്ളിയും അല്ലെങ്കിൽ പിന്നെ യൂസഫ് അലിയും ലോകത്തിൽ സക്സസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ലേഡീസിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ്, ബീന കണ്ണനും അതുപോലെയുള്ള ലോകത്തിൽ വിജയിച്ച ആളുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അവരുടെ പാഷനിൽ സക്സസ് ആയവരാണ്. അല്ലാതെ ഡിഗ്രി വെച്ചിട്ടോ ഡിപ്ലോമ വെച്ചിട്ടോ ഒന്നുമല്ല. അവരുടെ സ്കില്ല്, അവരുടെ പാഷനെ കണ്ടുപിടിച്ച് ഏറ്റവും നല്ലൊരു കരിയറും ജോബും സെറ്റ് ചെയ്ത് സക്സസ് ആണെന്ന് നിങ്ങൾ പിന്നെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകേണ്ടത് പാഷന്റെ പുറകെയാണ്. പക്ഷേ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങളിത് അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻ മേടിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വർക്ക് ലൈഫ് ബാലൻസും സാറ്റിസ്ഫാക്ഷനും മനസ്സും എല്ലാം കണക്ട് ചെയ്യുന്ന ഇതിലേക്കായിരിക്കണം നിങ്ങളുടെ പോകേണ്ടത് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ സമയത്തിനായി. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയാണോ നിങ്ങൾ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തത് അവരിലേക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ തരാം. കാരണം ഇതിനകത്ത് കുറെ പേഴ്സണൽ കൗൺസിലിങ്ങും പേഴ്സണലായിട്ട് അഡ്വൈസും ഒക്കെ ആവശ്യമുണ്ട് പല കാര്യങ്ങൾക്കും. ഇത് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമല്ല. എനിക്ക് കിട്ടിയ ലിമിറ്റഡ് ടൈമിൽ എന്നിൽ പറ്റിയ കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം. താങ്ക് യു വെരി മച്ച്. Thank you, Vinod sir, for the wonderful session. And also, thank you to all the students, parents, and all the technology partners join the meeting. So wish you a great future and be a global citizen. Thank you all. Let's wind up our meeting.